ഹല്ലേലൂയ. ഇന്ന് സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who are happy, praise our Lord. Hallelujah. ഇവിടെ വരുന്നത് എന്തിനാണെന്ന് ആരും മറന്നു പോകല്ലേ. No one should forget why we are here today. ഇവിടെ നാം ദൈവത്തെ ആരാധിക്കാൻ വന്നത്. We came to worship God here. നമ്മളിവിടെ ആരെയും കാണാൻ വന്നതല്ല. We never came to see anyone else who is here today. നാം ദൈവത്തെ ആരാധിക്കാൻ വന്നത്. But we came to worship God. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയവും ഇവിടെ ഇരിക്കുന്ന മറ്റുള്ള ഒറ്റ ചിന്തയിലേക്ക് പോകല്, ദൈവത്തെങ്കിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത മുഴുവനും. Our hearts and our mind should never go in any other thoughts, but we should be focused only towards God. ഒരു ആവശ്യത്തിന് വേണ്ടി ദൈവത്തെ ആരാധിക്കാൻ. We should never worship God for a particular need. എന്തെങ്കിലും തന്നതിന് ദൈവത്തെ ആരാധിക്കാൻ. We should never worship Him for the whatever He gave us. നാം ദൈവത്തെ അവൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് അവനെ ആരാധിക്കും. We are worshiping Him because He is worthy to be worshipped. മറ്റതെല്ലാം പ്രാർത്ഥനയിൽ കൂടെ നന്ദി പറയുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. For every other things you can thank God in your prayer and you can ask God in പക്ഷേ prayer. ഇന്ന് രാവിലെ ഇവിടെ വന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. We came this morning because He is worthy to be worshipped. He alone is worthy to be worshipped. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. നമ്മൾ ഈ പെന്തക്കോസ്ത് സഭയാണ്. This is a Pentecostal church. ഈ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന സഭയായി പെന്തക്കോസ്ത് എന്ന് പറയും. We normally say Pentecostal church, we worship God in truth and spirit. അതുകൊണ്ട് ഇവിടെ ആര് പുതിയതായിട്ട് വരുമ്പോഴും ഞാൻ പറയുന്നത് പെന്തക്കോസ്ത് ചർച്ചാണ്. That's why when anyone comes for the first time here, I used to tell that this is a Pentecostal church. കാരണം അന്യഭാഷയിൽ ആരാധിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോണം. Because those people who don't like to worship in tongues, they can leave if they really want. അപ്പം ഇന്ന് നമ്മുടെ മധ്യ വന്നിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ ജോൺസൺ ജോസഫ്, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ഇത്രയൊക്കെ വളരാൻ കാരണം ഈ അന്യഭാഷ സംസാരിച്ചുകൊണ്ട്. We are Pastor Johnson Joseph in our midst. Just ask him. We are here today because we speak in tongues. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഡാനി ജോസഫ് ആയിരുന്നു കരിക്കം ചർച്ച കൊണ്ട് ആദ്യത്തെ പാസ്റ്റർ. And Pastor's elder brother Danny Joseph, he was the first pastor in Church of God. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും ശാസനയിലും വളർന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ. And a person who was corrected, taught under his guidance. Praise the Lord. Hallelujah. അല്ലെങ്കിൽ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞൊരു വാക്ക്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ പറഞ്ഞൊരു വാക്ക്, നാല് അരിക്ക് മുട്ടിയാലും ഷാജിക്ക് രണ്ട് തൊഴിക്ക് മുട്ടത്തില്ല. പറഞ്ഞ അത്ര കുസൃതിയായിരുന്നു ഞാൻ. I was so mischievous during that time. Praise the Lord. Hallelujah. Hallelujah. അദ്ദേഹം കർണാടക സ്റ്റേറ്റ് ഗോവ ചർച്ചകോടിന്റെ ഓവർസിയറാണ്. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം കുടുംബമായിട്ട് വന്നിട്ടുണ്ട്. Pastor is overseer of Karnataka State and Goa for Church of God Full Gospel in India. Praise the Lord. Hallelujah. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God. അല്പസമയം കൂടെ നാം ദൈവത്തെ ആരാധിക്കാൻ. For a few more minutes we are going to worship God. എല്ലാവരും ദൈവസന്നിധി എഴുന്നേറ്റ്. Let's all stand with the presence of God. നമ്മൾ ഇന്നലെ കേട്ടത് സാത്താന്റെ ഉണർവല്ല നമുക്ക് വേണ്ടത്. We heard yesterday we don't need the revival of Satan, നമുക്ക് ദൈവത്തിന്റെ ഉണർവാണ്. but we need revival from God. ദൈവത്തിന്റെ ഉണർവ് ലഭിച്ചവരെല്ലാം ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. Those who are revived by God, we should revive in our prayer. നമ്മുടെ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുക. We should open our mouth and we should worship God. ദൈവത്തെ സ്തുതിക്കുന്നതിൽ ആരും ലജ്ജിക്കരുത്. No one should be ashamed to worship God. ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു. Let's all surrender ourselves in the hands of God. ഹല്ലേലൂയ. പാപമെല്ലാം പൊക്കിയതാൽ പാടും ഞാൻ പരമേശ്വരനു സദനം. അത്രയുമല്ല സുവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തികൊണ്ടു കാത്തിരുന്ന കാലമതികൾ. അത്രയുമല്ല സുവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തികൊണ്ടു കാത്തിരുന്ന കാലമതികൾ. ആർത്തിയെത്തി താവരെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയെത്തി താവരെ ഞാൻ ആർത്തുഘോഷിച്ചിടുവാൻ, ആർത്തിയാലെ ഞാൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ ജീവിച്ചിടാൻ
പൊക്കിയതൻ പാടും ഞാൻ പരമേശ്വരോ സകലോ ആർക്കുമേകാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ ആർക്കുമേകാൻ സാധ്യമല്ല ആത്മശക്തി ലഭ്യമാകാൻ പാർത്ഥിവൻ മുന്നാർത്തിയോടെ കാത്തിരുന്നു ഞാൻ ആർത്തവരെ ദുരിതങ്ങൾ ഓർത്തവരൻ പ്രാർത്ഥന ആർത്തവരെ ദുരിതങ്ങൾ ഓർത്തവരൻ പ്രാർത്ഥന തീർത്തവരെ ദുരിതങ്ങൾ വന്നതയാലെ പാടും ഞാൻ പരമേശ്വരോ സകലോ പാവമെല്ലാം പൊക്കിയതൻ പാടും ഞാൻ പരമേശ്വരോ സകലോ ദൂതർക്കും ഗുണാവകാശം ലഭ്യമാകാനുള്ളവർക്ക് ഭാഗ്യം ലഭിച്ചെനിക്ക് ദൂതർക്കും ഗുണാവകാശം ലഭ്യമാകാനുള്ളവർക്ക് ദൂതരാമദൂതകളും ദൂരമെന്നെ നൽകിടുന്ന പാടും ഞാൻ പരമേശ്വരോ സകലോ പാവമെല്ലാം പൊക്കിയതൻ പാടും ഞാൻ പരമേശ്വരോ സകലോ സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു സിദ്ധന്മാരോടൊത്തു ചേർന്നു നിന്നു ചാത്തിടുവാൻ അവൻ എന്നെ യോഗ്യനാക്കി തീർന്നു പാടും ഞാൻ പരമേശ്വരോ സകലോ പാവമെല്ലാം പൊക്കിയതൻ പാടും ഞാൻ പരമേശ്വരോ സകലോ അവരെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടും കുതുകമോടെ കാത്തിരിക്കുന്നവരെ ഞാൻ കണ്ടിടുവാൻ എന്റെ കണ്ണിൽ കൊതിച്ചിടും കുതുകമോടെ കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കാലമേറെ ചെല്ലും മുൻപേ കാഹളനാദം കേൾക്കും കാതുകേളും കൊതിക്കുന്നു കാരുണ്യവാരിയുടെ ദേവ പാടും ഞാൻ പരമേശ്വരോ സകലോ പാവമെല്ലാം പൊക്കിയതൻ പാടും ഞാൻ പരമേശ്വരോ സകലോ. ദൈവമേ, ഞങ്ങൾക്ക് തിരുസന്നിധിയിലേക്ക് നോക്കുക, അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, സകലത്തിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗങ്ങളെ അർപ്പിക്കുവാൻ ദൈവം ഞങ്ങൾ കൃപ തന്നതിനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിക്കണമേ. സകല നിയന്ത്രണവും ആത്മാവ് ഏറ്റെടുക്കണം. വന്ന ജനത്തെ അനുഗ്രഹിക്കണം. വരുവാനുള്ളവരെ കൂട്ടി വരുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 1-ാം സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ നിൽക്കാതെയും എല്ലാം ചേർന്ന് വായിച്ചു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ ആറ്റിരിക്കത്ത് നട്ടിരിക്കുന്ന കാലത്ത് ഫലം കായ്ക്കുന്നു. ഇലവാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പറ്റുന്ന പതർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്റെ സഭയിൽ നിവർന്നേൽക്കുകയില്ല. യഹോവ നീതിമാന്റെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ പാതയോ നാശകരമാകുന്നു. കൈകൾ ഉയർത്തി ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ ഞാൻ ഒരിക്കൽ കൂടെ സ്തുതിക്കുകയാണ്. നമ്മുടെ മധ്യ കർത്താവിൻ്റെ അഭിഷിക്തദാസൻ പാസ്റ്റർ ജോൺസൺ, അദ്ദേഹം ചർച്ചക്കോട് ഓവർസീറാണ്, കർണാടക ആൻഡ് ഗോവ. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് വേളെ മോളുമായിട്ട് വന്നിട്ടുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദീർഘവർഷത്തെ ബന്ധങ്ങൾ ദൈവദാസനുമായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിരുന്നു എൻ്റെ പാസ്റ്റർ സ്തോത്രം. അദ്ദേഹം കഴിഞ്ഞ വർഷം അങ്ങോട്ട് റിട്ടയർഡായത്. കഴിഞ്ഞ വർഷം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദീർഘവർഷങ്ങൾ കൊച്ചുനാൾ തൊട്ട് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന, ദൈവത്തെ അറിയുന്ന, മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരുടെ ഭവനത്തിൽ ഞാൻ കൊച്ചുനാളിൽ പാസ്റ്റർ എന്നെ കൊണ്ടുപോയി.
അന്നത്തെ ഭവനമായിരിക്കത്തില്ല ഇന്ന് വാഴൂര്. ഓക്കെ, അതില്ലയോ? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയമൊന്നും ചുമ്മാ പ്രോഗ്രാമൊന്നും നമുക്കിവിടെ ഇല്ല. പ്രോഗ്രാമൊന്നും പുതിയ നിയമസഭയെ പാടില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമാണ് ഏറ്റവും വലിയ വിഷയം. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സമയം ദൈവവചനം കേൾക്കുവാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു ശുശ്രൂഷയുടെയും മുഖ്യ സമയം എന്ന് പറയുന്നത് ദൈവവചനം കേൾക്കുന്ന സമയമാണ്. ഇന്നലെ അത് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല. ഞാൻ ഈ സങ്കീർത്തനം പോലും അങ്ങനെ വായിക്കുന്ന പ്രോഗ്രാം ഇല്ലാത്തതാണ്. എങ്കിലും ഞാൻ മൂത്തവരുടെ വാക്കുകൾ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് തലമുടി കുഞ്ചാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിട്ട് പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഒരു ചെറിയ ഒരു വാക്യം ഒന്ന് പറഞ്ഞ് ഒരു ഇൻട്രൊഡ്യൂഷനൊക്കെ ചെയ്തിട്ട് വേണം. കാരണം അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. സമയം കളയാനില്ലാത്തതുകൊണ്ട് തുടർന്ന് പല സർവീസ് നമ്മൾ കൂടെ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവിയുടെ വഴിയിൽ ഇരിക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും പാവിയുടെ വഴി നിൽക്കാതെയും ഇരിക്കാതെയും. ഇപ്പം നമ്മൾ 3 കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട. ഒന്നത്, നടക്കാതെ. നടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പാവിയുടെ വഴിയിൽ നിൽക്കും. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കും. ഇതൊരു തുടർമാനമായിട്ടുള്ളൊരു മുന്നേറ്റമാണ്. അപ്പോൾ സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളാരും ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്ന ദുഷ്ടൻ വസിക്കുന്നവരാണ്. ഇപ്പം കയീൻ എന്ന് പറയുന്നവൻ ദുഷ്ടൻ്റെ മാനൊന്നുമല്ലായിരുന്നു. കയീൻ എന്ന് പറയുന്നത് ആദാമിൻ്റെ അവയുടെ മകനായിരുന്നു. പക്ഷെ ബൈബിൾ പറയുന്നത് അവൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനാകയാൽ എന്ന് പറഞ്ഞ് എപ്പോഴും അവന് ദുഷ്ടന് കയറാനൊരു അവകാശം അവൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ദുഷ്ടൻ കയറാൻ അവകാശം കൊടുക്കരുത്. ചിന്തകളിൽ കൂടെയോ പ്രവൃത്തിയിൽ കൂടിയോ വാക്കുകളിൽ കൂടിയോ നടപ്പിൽ കൂടിയോ നിൽപ്പിൽ കൂടെയോ ഇരിപ്പിൽ കൂടെയോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? ആരുടെ ആലോചന കേട്ട് യവൻ കയറാൻ പാടില്ല. കയറിയാൽ പിന്നെ നമ്മൾ യഥാർത്ഥത്തിൽ ആരുടെ മക്കളാണ്? ചില മാതാപിതാക്കൾ പറയാറുണ്ട്, സ്തോത്രം, എൻ്റെ മോനെന്ന് വിളിക്കാൻ എനിക്ക് ലജ്ജയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാകല്ലേ. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയാൻ ഒരിക്കലും പിതാവാം ദൈവം പറയുന്നു അവരുടെ ദൈവമെന്ന് ഞാൻ പറയാൻ എനിക്കൊരു ലജ്ജയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ച് ലജ്ജിക്കാൻ പാടില്ല. അങ്ങനെ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താലേ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ഭാഗ്യ പദവിയിൽ എത്താൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ സൂക്ഷിച്ച് ക്രമമായി ആത്മീയ മുന്നേറ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങി പ്രത്യാശയോടെ ജീവിപ്പാൻ വലിയവനായിരിക്കുന്ന ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ദൈവദാസന് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ സാക്ഷി പറയാനുള്ള സമയമാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പഴയ നിയമം വായിക്കുമ്പോൾ ശെബാരാജ്ഞി ശലോമോൻ്റെ കൊട്ടാരത്തിൽ പോയപ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ശലോമോൻ്റെ ഭൃത്യന്മാരുടെയും അവിടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ചിട്ടയും ക്രമവും ശെബാരാജ്ഞിയെ അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ഈ സഭയിൽ വന്ന ആ നിമിഷം മുതൽ ഇതുവരെയും ഉള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്യുന്നത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം എനിക്കുണ്ടായി. ഞാൻ സമർപ്പിച്ചതുപോലെ ഫസ്റ്റ് നമ്മുടെ കുടുംബം, രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന ശിക്ഷണം സഭയിൽ നിന്ന്. കർത്താവിൻ്റെ ദാസൻ്റെ പ്രകാരമുള്ള ഈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ താല്പര്യം മനോഹരമാണ്. റിയയിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ദീർഘവർഷങ്ങളുടെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു പ്രാവശ്യം സഭയിൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. ഒരു രാത്രിയിൽ എപ്പോഴും നല്ല വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്കൊരു സഭയുടെ ചുമതലയുണ്ടായിരുന്നുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ അവസരം കിട്ടിയപ്പോഴാണ് ഇവിടെ എത്തുവാൻ കഴിഞ്ഞത്. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ സ്നേഹിക്കുന്ന
എന്നെ സ്നേഹിക്കുന്ന പ്രിയ കേണങ്ങൾ സാറിനെയും പ്രിയമ്മാമിയും ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ വേണ്ട ഉപദേശവും കൈത്താങ്ങലുമൊക്കെ തന്ന് ഒരു സഭയാകുമ്പം അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എവിടെയെങ്കിലും കുറവ് വന്നാൽ വളരെ രഹസ്യമായി വന്ന് എന്നെ ബുദ്ധി ഉപദേശിച്ചു. ഇന്ന് ഞാൻ പല കാര്യം ഓർക്കുന്നുണ്ട്. അവരോടൊപ്പം ആരാധിപ്പാൻ ലഭിച്ച ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടാതെ കർത്താവിന്റെ ഉറപ്പിച്ചല്ലോ, ഇതൊരു പെന്തക്കോസ്ത് സഭയാണ്. ഇവിടെ പ്രാധാന്യം ഒന്നാമത് പരിശുദ്ധാത്മാവിന്. ഞാനൊക്കെ അഭിഷേകം പ്രാപിച്ചത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, ബാങ്കവറാച്ച് എന്ന് പറയുന്ന PC എബ്രഹാം അവர்கள் ഞങ്ങളുടെ സഭയിൽ കടന്നു വന്നു. ഞാൻ ഇതുപോലെ ഒരു കൊച്ച് 7ാം ക്ലാസ് പഠിച്ച് പൈതലായിട്ടിരിക്കുക. പ്രൈസ് ഗാഡ്. ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, ശ്രദ്ധിക്കണം, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ അഭിഷേകം പ്രാപിക്കണം ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, കൈവോക്കി, എനിക്ക് പ്രാപിക്കണം. എന്താണെന്ന് പോലും അറിയത്തില്ല. അന്യഭാഷ കേട്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതെന്താ സംഭവം നമുക്ക് അറിയത്തില്ല. എന്താണെങ്കിലും കൈവോക്കി. ശരി, അങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടിയെന്നറിയാം. പാട്ട് പാടിയതേ എനിക്കറിയത്തുള്ളൂ. ഞാനൊരു സമയം നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന ഞാൻ ഇവിടെങ്ങുമില്ല, ഏറ്റവും ബാക്കില്ല. 9 മണിക്കാണ് മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഞാൻ പുറകിരിക്കാതെ. അവിടെ വരെ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. അന്ന് പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തി, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ഈ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ഒന്നിനും കഴിയത്തില്ല. നമ്മുടെ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ലോകത്തിലെ ഒന്നിനും കഴിയില്ല. ഒരു ശാസ്ത്രത്തിനും പറ്റത്തില്ല, ഒരു വ്യക്തിക്കും പറ്റത്തില്ല. ഇതെൻ്റെ അനുഭവമാണ്. അതും 7ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഇന്നും കർത്താവിൻ്റെ വേലയിൽ നിർത്തിയിരിക്കുന്ന ദൈവദാസൻ പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിൽ വളർന്നുകൊണ്ട് മാത്രമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. എൻ്റെ അനുഭവമൊക്കെ കർത്താവിനറിയാം. അതൊക്കെ പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. എങ്കിലും അല്പമായി ഒന്ന് പറയുന്നത് കൊണ്ട് നന്നായിരിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് പ്രചോദനമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഞാൻ ആ കൽക്കട്ടയിൽ കർത്താവിൻ്റെ പേരിലായിരിക്കുമ്പോഴാണ് ദൈവവേലയ്ക്ക് ഇറങ്ങുന്നത്. അതിന് മുമ്പ് എൻ്റെ മാതാവും പിതാവും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ പ്രതിഷ്ഠിച്ച് ഞങ്ങൾക്കൊരു ആൺപൈതലിനെ തന്നാൽ അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാം. അതെൻ്റെ എൻ്റെ ഫാദർ 2 പ്രാവശ്യം വിവാഹം ചെയ്തു. ആദ്യത്തിൽ 6 പേരുണ്ട്, രണ്ടാമത്തിൽ 3 പേരായി. രണ്ടാമത്തിലാണ് അവർ പറയുന്നത്, ആൺപൈതലിനെ ആദ്യമേ ലഭിച്ചാൽ അവനെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തരാമെന്ന് അവർ ദൈവസ്ഥന് സമർപ്പിച്ചു. ഏതായാലും ആദ്യം ഉണ്ടായത് പെൺപൈതലായിരുന്നു. പിന്നെയും പ്രാർത്ഥിച്ചു, ഇനിയും ആൺപൈതൽ തരുന്നെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തേക്കാം. അങ്ങനെ അറിഞ്ഞും അറിയാതെയും ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവം അത് മുദ്ര വെച്ചു. എൻ്റെ പിതാവ് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പാസ്റ്ററും, ചുരുക്കി പറഞ്ഞ തുക്ക് സാഹിബിൻ്റെ കാലത്ത് അവർ ഒന്നിച്ച് പ്രവർത്തിച്ചതാണ്. ചർച്ചക്കോടിൻ്റെ പ്രവർത്തനം ആരംഭിച്ച തുക്ക് സാഹിബിൻ്റെ കാലത്ത് ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ് എൻ്റെ പിതാവ്. അപ്പം ഈ സഭയിലെ കാര്യങ്ങളൊക്കെ കണ്ട് വളർന്ന ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഒരു പാസ്റ്റാകണമെന്ന് താല്പര്യം എനിക്കില്ലായിരുന്നു. ഒരാഗ്രഹമുണ്ട്, ദൈവത്തിൻ്റെ വേല ചെയ്യണം. പക്ഷെ ചെയ്യുകയാണെങ്കിൽ ജോലിയോട് കൂടെ മാത്രമേ ദൈവവേല ചെയ്യത്തുള്ളൂ. ഈ തീരുമാനം ഞാൻ എടുത്തിരുന്നു. ഈ പല ദൈവദാസന്മാരും ശക്തമായ ദൂത് എന്നെ അറിയിച്ചിട്ടുണ്ട്, നീ കർത്താവിന് വേലയ്ക്കുള്ളവനാണ്. പക്ഷെ അതൊന്നും ഞാൻ വകവെച്ചിട്ടില്ല.
ഒരിക്കലൊരു പ്രവാചകൻ വന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ വിളിക്കുന്ന ജോസേ, നിന്നെ ദൈവം വിളിക്കുന്നുണ്ട്, നീ ദൈവവേലയ്ക്കുള്ള മനുഷ്യന്. ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു, പാസ്റ്ററെ, എന്നെ വിളിക്കുന്നത് പാസ്റ്ററിനെ കേട്ടുള്ളൂ? ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേൾക്കുമ്പം ഞാൻ ഇറങ്ങാം. റിപ്ലൈ അങ്ങനെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഒരു കോളിങ് തമ്മിൽ കിടപ്പുണ്ടെങ്കിൽ എത്ര ഓടി മറഞ്ഞാലും പിന്മാറി പോകാൻ കഴിയത്തില്ല. ദാനദാസനുള്ള വർഷങ്ങളായിട്ട് വന്നു, പല അനുഭവങ്ങൾ കടന്നുപോയി. ഇന്ന് ഇവിടുത്തോളം സന്തോഷത്തോടെ ഒരു പാസ്റ്റായിരിക്കുന്നത് അതിന് പുറകിൽ നല്ല വില കൊടുത്തിട്ടുണ്ട്. അത് ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും താൻ കൊടുത്തതിൻ്റെ ഒരു വിലയാണ് ഇന്ന് ഇത്രത്തോളം കൃപ നൽകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു ആഗ്രഹം എനിക്കില്ലായിരുന്നത് കൊണ്ട് ഞാൻ കൽക്കട്ടയിൽ ജോലിക്ക് പോയി. നല്ലൊരു ജോലി ലഭിച്ചു. ദിവസം പറഞ്ഞ പോലെ പാസ്റ്റർ ഡാനി ജോസഫിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അവിടെ ചില നാൾ കഴിഞ്ഞ് നല്ലൊരു ജോലി കർത്താവ് എനിക്ക് ദാനമായി നൽകി. പടിപടിയായി ദൈവം എന്നെ ഉയർത്തി. അപ്പോൾ ഉയർത്തുന്നതോറും എൻ്റെ മനസ്സിൽ ഒരു ചിന്താഗതി വന്നു, ആ പാസ്റ്റർമാർ പറഞ്ഞ വേലയ്ക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായി മാറിയാണ്. അപ്പം ഞാൻ ഉയരുന്തോറും എൻ്റെ മനസ്സ് അങ്ങനെ ചിന്ത വന്നു. അന്നത്തെ കാലത്ത് കൽക്കട്ടയിൽ നിന്നും വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ ട്രെയിനിൽ പോകണമായിരുന്നു, അങ്ങനെയായിരുന്നു അവരുടെ അലവൻസ്. പക്ഷേ എനിക്ക് അന്ന് ഫ്ലൈറ്റിൽ പോകാം. അന്നത്തെ ഫ്ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. പിന്നെ വായുദൂതുണ്ട്, ഇതിലേക്കാണ് പോകുന്നത്. ഒരു വായുദൂത് തന്നെയാണ്. കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്ന വരെ പറയ്ക്കും. എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്താൽ മതി എന്ന് പോലും ചിന്തിച്ച സമയങ്ങളുണ്ട്. അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ വേലക്കണ്ട് പ്രതിഷ്ഠിക്കും ആ സമയത്തൊക്കെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ഉള്ളിനുള്ളിൽ ദൈവവേല ആഗ്രഹമാണെങ്കിലും ദൈവത്തിൻ്റെ വേല വിടാൻ മനസ്സില്ല. പക്ഷെ ദൈവം എന്നെ ഉയർന്ന പദവി അവിടെയും എന്നെ മാനിച്ചു. ഞാൻ ചിന്തിക്കാത്ത വിചാരിക്കാത്ത ഒരു നല്ല ജോലി കർത്താവ് എനിക്ക് നൽകി. ആ സമയത്തും പല ദൈവദാസന്മാർ അവിടെ വന്നു. ഈവൻ PC എബ്രഹാം സാറും അവിടെ വന്നിട്ടുണ്ട്, ശക്തമായ ദൂത് പറഞ്ഞിട്ടുണ്ട്. പല ദൈവദാസന്മാരും ഇവരുടെ വാക്കൊന്നും ഞാൻ അംഗീകരിച്ചിട്ടില്ല. എന്നാൽ കൽക്കട്ട ഞാനിരിക്കുമ്പോൾ ദൈവസഭയുടെ അവിടെ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞാൻ നേരെ പോകുന്നത് പാസ്റ്റർ അടുത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ബൈബിൾ ക്ലാസ്സിനായാലും ഹൗസ് വിസിറ്റിനായാലും പാസ്റ്ററോടെ ഞാൻ പോകും. എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ഉണ്ടായിരിക്കും. എന്താ കടന്ന് ചോദിച്ചാൽ ഉള്ളിനുള്ളിലുള്ള ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യണമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നു എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങ് ഇറങ്ങുന്നതായിരിക്കും ഉചിതമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒട്ടും താമസിപ്പിക്കരുത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ജീവിതത്തിൽ പ്രയാസങ്ങൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. ജോലിക്ക് പോകാൻ മേല നിലയിൽ വലിയ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു. എൻ്റെ വൈഫിന് ഒരു രോഗം പിടിപെട്ടു. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് പോകാൻ കഴിയുന്നില്ല. എന്തായി തീരുമെന്ന് അറിയാത്തൊരു ഭാഗത്തിലേക്ക് എത്തി. അവസാനം ചുരുക്കി വളരെ വേഗം പറയാം, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ പൂർണ്ണമായ സൗഖ്യം എൻ്റെ വൈഫിന് നൽകിയാൽ നിൻ്റെ വേലയ്ക്ക് നീ ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അതിന് മുൻപ് ചില ദർശനവും കർത്താവ് എനിക്ക് നൽകി. അതിനുശേഷമാണ് ദൈവം അവിടെ പിടിച്ചത്. ആ സമയത്തും എൻ്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി. ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ കേവലം പനി മാത്രമേ ഉള്ളൂ, പക്ഷെ പനി എന്താണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകുന്നില്ല. നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ വൈഫിൻ്റെ പനി മാറിയാൽ നിശ്ചയമായും നാളത്തെ ജോലി രാജിവെക്കാം. ഈ ഒരൊറ്റ വാക്കേ ദിവസം പ്രാർത്ഥിച്ചു. കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വൈഫ് എന്നിങ്ങനെ കൊട്ടി വിളിച്ചു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആ സമയത്ത്
എനിക്ക് സംശയം ആരാ എന്നെ വിളിക്കുന്നേ? വയ്യാതെ കിടക്കുന്ന വൈഫാ എന്നെ വിളിക്കുന്നേ. ഞാൻ പെട്ടെന്ന് ചാടി എടുത്തിന് സുപ്പാനം വല്ലതും കാണുകയാണോ എന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ പനിയെല്ലാം പോയെന്ന് പറഞ്ഞു. ഈ പനിയെല്ലാം പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ പേഴ്സണൽ പറഞ്ഞു. ഞാൻ പേഴ്സണൽ പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയോ? ഞാൻ ഇന്നലെ രാത്രി എന്താ പറഞ്ഞേ? പനി രോഗം മാറിയാൽ ഞാൻ ജോലി രാജിവെക്കാമെന്ന്. പനി മാറിയെന്ന് കേട്ടപ്പം എൻ്റെ ആ വാക്കിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ തിരിഞ്ഞത്. എൻ്റെ കർത്താവ് ഈ ജോലി രാജിവെക്കാനോ? ഇപ്പോൾ ഉള്ളിക്കൂടെ ഒരു വാള് കടന്നുപോയി. എങ്കിലും ചാടി എഴുന്നേറ്റു. ഒരു പ്രശ്നം ആക്കില്ല, ആരോഗ്യമായി. നേരെ എടുത്തു. പക്ഷേ ദൈവാത്മാവ് ശക്തമായി സംസാരിച്ചു. ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയേ പറ്റൂ. അന്ന് തന്നെ ഞാൻ ഓഫീസിൽ ചെന്നു. അന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറൊന്നുമില്ല, ടൈപ്പ് റൈറ്റിംഗ് ആണ്. ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് മാനേജർ വന്നപ്പോൾ ലെറ്റർ കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം ഇത് വായിച്ചു. എന്നെ ഒരു വർഷം ട്രെയിൻ ചെയ്തിട്ടാണ് കമ്പനിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തത്. അത് വായിച്ചു കഴിഞ്ഞപ്പം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഗോഡ്സ് വർക്കെന്ന്. അപ്പം എൻ്റെ ചോദിച്ചു ഇതെന്നാ വർക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനൊരു വർക്കുണ്ടെന്ന് പറഞ്ഞു. അവർക്കറിയത്തില്ലല്ലോ സംഭവം എന്നുള്ളത്. എന്തായാലും ഇന്ന് വരെ ആ മന്ത് സാലറിയോ ബോണസോ ഒരാനുകൂല്യം മേടിക്കാതെ ഇന്നൊക്കെ പിന്നെ നേരത്തെ നമ്മൾ എഴുതി കൊടുത്ത ഒരു മാസം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അന്നേരം ഇറങ്ങിപ്പോരാ. അങ്ങനെ അവിടുന്ന് എൻ്റെ അമ്മയ്ക്കൊരു ഫോൺ ലെറ്ററല്ല, അന്ന് ഫോണോ സൗകര്യമൊന്നുമില്ല. ഒരു ഇതടിച്ചു, ഞാൻ ജോലി വിടുകയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതാണ് അമ്മയുടെ ആഗ്രഹം. ഫാദർ അപ്പോഴത്തേക്കും മരിച്ചുപോയി. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പോകുന്ന അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ അടുത്തൊരു ഫോൺ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞില്ല ഇറങ്ങാമെന്ന് പറഞ്ഞു. വിഷയമൊക്കെ പിന്നെ വന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി ജോലി രാജിവെച്ചിട്ട് ഞാൻ മണക്കാലയിലാണ് ജോയിൻ ചെയ്തത്. പഠനം ആരംഭിച്ചു. ഞാൻ പറഞ്ഞത് എപ്പം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയോ അന്ന് മുതൽ സുന്ദരം പണിയാണ് കർത്താവ് വന്നുകൊണ്ടിരുന്നത്. പണി എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൽ നിൽക്കാൻ പറ്റാത്ത നിലയിൽ മടങ്ങിപ്പോകുവാൻ എല്ലാ സാധ്യതയുമുള്ള, ഇട്ടേച്ചോടുവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകൾ കൂടെ കർത്താവിനെ കടത്തി വിട്ടു. എല്ലാം പോയി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, ദൈവം വിളിച്ചവനാണെങ്കിൽ അവൻ വിശ്വസ്തനാണ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, 2 തരം കാര്യമുണ്ട്. ഒന്ന്, കർത്താവിന് വേല ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അത് നല്ലതാണ്. എൻ്റെ ചിന്തയിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹമുണ്ട്, കോളിങ്ങുണ്ട്. കോളിങ്ങും ആഗ്രഹവും വ്യത്യാസമുണ്ട്. ആഗ്രഹമുള്ളവർ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരിട്ടു പോകും, നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ കോളിങ് വന്നവർ കഴുത്ത് പോകേണ്ടി വന്നാലും അവരിട്ട് ചോടുന്നവനല്ല, ഉറച്ചു നിൽക്കും. അതുകൊണ്ട് എനിക്കൊരു വലിയ കോളിങ് ദൈവം തന്നതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നെ പല നിലയിൽ തകർക്കുവാൻ, ഇല്ലാതാക്കുവാനൊക്കെ അവൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് വേറെ സംഭവം ഉണ്ടായി. എൻ്റെ ജീവിതത്തിൽ ഓരോ പണ്ടത്തെ നാടകം പോലെ രംഗം 1, രംഗം 2, രംഗം 3, ഇങ്ങനെ പല രംഗങ്ങളാണ്. അതുകൊണ്ട് ഇടയ്ക്കത്തെ രംഗം ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാം. 3ാമത് രംഗം ഞാൻ പറയാം. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കിറങ്ങി, മണക്കാലയിൽ പഠിച്ചു, കോഴ്സെല്ലാം പൂർത്തീകരിച്ചു. ICPൻ്റെ ഒരു സ്റ്റാഫൊക്കെയായി പ്രവർത്തിച്ചു. അതിനുശേഷം ഒരു സഭ ചാർജ് എടുത്തു. അതെടുത്തതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മദ്രാസ് വരെ പോയതാണ്. എൻ്റെ ഒരമ്മച്ചൻ്റെ വിസയ്ക്ക് വേണ്ടി. അന്ന് പിന്നെ റോഡിൽ നിന്ന് വിസ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ പോലൊന്നുമല്ല. ഫില്ല് ചെയ്ത് ഓരോരുത്തർ കയറ്റി വിടുകയാണ്.
അപ്പോൾ അത് ഫീൽ ചെയ്യാൻ എനിക്കറിയാം, കാരണം ഞാൻ പലർക്കും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഞാൻ അവിടെ ചെല്ലണം. അതിന് മുൻപ് ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ ബാംഗ്ലൂർ വന്ന് ഒരു സഭയിൽ ശുശ്രൂഷിച്ചു, ചിലരെ സ്നാനപ്പെടുത്തി, ഒരു കൺവെൻഷൻ പ്രസംഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഈ എൻ്റെ അമ്മാച്ചൻ വരുന്നത്, ഇന്ന് തന്നെ നമുക്ക് മദ്രാസിലും പോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്നതിന് ക്ഷീണം മാറിയില്ല. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു, എന്നെ കൊണ്ട് ഒക്കത്തില്ല. ഇല്ല, നിർബന്ധിച്ച് വൈഫിനെ കൊണ്ടും വൈഫും ഒക്കെ നിർബന്ധിച്ച് അതിലും പോവും. അങ്ങനെ അവിടുന്ന് ബസ്സേ കയറി ഞങ്ങൾ മദ്രാസിൽ വരികയാണ്. ഓൺ ദ വേയിൽ എൻ്റെ ഈ അമ്മാച്ചൻ പ്രവാചകനാണ്. രാത്രി 2:00 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോസേ, ഞാനൊരു ശബ്ദം കേൾക്കുന്നു. അത് മറ്റൊന്നുമല്ല, നഹൂം 2:1. അതിങ്ങനെയാണ്: സംഹാരകൻ നിനക്കെതിരായി കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, അര മുറുക്കുക. അപ്പം ഞാൻ ഇത്തിരി തമാശക്കാരനാണ് അന്ന്. അപ്പം ഞാൻ വെച്ചാൽ ഈ മേളത്തെ 2 കടന്നേര് ഏതാ? സംഹാരകൻ, രണ്ടാമത് കോട്ട, അതും വിട്ടേ. മൂന്നാമെന്ന് പറഞ്ഞു ഏതാ? അര എന്തിനാ മുറുക്കുന്നേ? ഒരു യാത്രയ്ക്ക് വേണ്ടിയല്ലേ? ആ അർത്ഥം എടുക്കാം. ഞാൻ വെച്ചാൽ വീസ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഉറങ്ങി. 8 മണിയപ്പോൾ ചെന്നു. നേരെ അദ്ദേഹം ഫോം ഫില്ല് ചെയ്ത് കയറ്റി വിട്ടു. അത് തിരിച്ച് വരുമ്പോൾ 1 മണിയാണ്. ആ വെയിലത്ത് അവിടെ ജെമിനിയെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ ഓഫീസ്, ഈ എംബസി ഇരിക്കുന്നത്. ആ വെയിലും പൊടിയും കൊണ്ട് 1 മണി വരെ ഞാൻ ക്ഷീണമാണ് ഇരിക്കുക. അദ്ദേഹത്തിന് വരവ് കണ്ടപ്പോഴേ മനസ്സിലായി കിട്ടില്ലെന്ന്. ചോദിക്കാനേ പോയില്ല. 2 പേരും ശാന്തമായി ബസ് സ്റ്റാൻഡിൽ വന്ന് ഞാനൊരു കൂലിയൊക്കെ പാസ്സാക്കി വണ്ടി കയറി തിരിച്ചു. അതേ ബസ്സിൽ തന്നെ തിരിച്ചു പോവുക. തേനി വന്നപ്പോൾ കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു, ഇനി വണ്ടി ഓടത്തില്ല, കാരണം അന്നിനി ബന്ധാ. ഇത് ഞാൻ ചാടി എന്ത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഭയം. അയ്യോ, ഞാൻ ഇന്ന് കിടന്നു പോയാൽ ഈ പകലും നാളെ പോകാനൊക്കത്തുള്ളൂ. ഞാൻ ക്ഷീണിതനാണ്, ഫുഡിന് വകയില്ല, വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് എത്തി. ഞങ്ങൾ ചാടി ഇറങ്ങി എവിടെയെങ്കിലും ടാക്സി കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഒരുത്തൻ ദൂരെ കിടപ്പുണ്ട്. ഞാൻ ഓടിച്ചെന്ന് അവനെ വിളിച്ചു, ഞങ്ങളെ ഒന്ന് കുമ്മിളി വരുന്ന ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അവൻ പൊളിച്ചുകൊണ്ടാക്കാം. അവൻ പറഞ്ഞ വില 800 രൂപയാണ്. ആ 700 രൂപ ഭയങ്കര വില. ഞാൻ പറഞ്ഞു, എത്രയായാലും കുഴപ്പമില്ല, ഞാൻ കൊടുക്കത്തില്ല, എൻ്റെ അമ്മാച്ചൻ കൊടുത്തോളൂ. ആ ഉറപ്പോടെ ഞാൻ ചാടി കയറി. സാധാരണ എൻ്റെ അമ്മാച്ചൻ ഒരിക്കലും ഫ്രണ്ടിൽ ഇരിക്കത്തില്ല, അദ്ദേഹം ബാക്കിലിരിക്കത്തില്ല. ഞാൻ തിരിച്ചു, ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു, പുള്ളി പുറകിലിരുന്നു. ദൈവം എല്ലാം ഈ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് ചെയ്യത്തുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നോക്കിയ കൃത്യമാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മുടെ ചിന്തയിലൊക്കെ പല ഐഡിയ വരും, പക്ഷെ ദൈവിക ഐഡിയ അതൊന്നും ആയിരിക്കത്തില്ല. അപ്പം ഞാൻ ആ കാറിൻ്റെ ഫ്രണ്ടിൽ അപ്പം ഞങ്ങൾ കൂടെ വേറെയും കുറേ പേര് വന്നു, മലയാളീസ്. അവർ തിരുവല്ലക്കാരാ. അവരെല്ലാം വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൊത്തം 6, ഫ്രണ്ടിൽ 3, ബൈക്കിൽ 3. ഒരാൾ എന്നെ കൂട്ടിരുന്ന ആൾ നല്ല തടിയാണ്. ആ തടി മുഖാന്തരം ഞാൻ ഡ്രൈവറിൻ്റെ സീറ്റിലായിരിക്കുന്നത്. ഡ്രൈവർ ഇത് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അദ്ദേഹം ഇത് ചെയ്യുന്നത് ഇങ്ങനെ. അംബാസഡറല്ലേ. അപ്പോൾ വണ്ടി അടിച്ചു പോയി. അവൻ 2.5 കിലോമീറ്റർ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോകുമെന്ന് മനസ്സിലായി. കാരണം ഇവൻ കുടിച്ചിട്ട് കിടന്നതാണ്, അവൻ ഉറങ്ങി എഴുന്നേറ്റതാണ്. ഇവൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പോകും. അപ്പം ബ്രേക്ക് വെക്കാൻ എൻ്റെ കാലിൻ്റെ അടിയിലായിരിക്കുന്നത്. വണ്ടി പോകുന്നുണ്ടപ്പോൾ ഞാൻ പതുക്കെ കാലെടുത്ത് ബ്രേക്ക് ചവിട്ടാൻ തുടങ്ങുകയും എല്ലാം കഴിഞ്ഞു. എന്തോ സംഭവിച്ചെന്ന് ഒന്നും അറിയത്തില്ല. ഞാൻ വളരെ നേരം ഇങ്ങനെ ഇരിക്കുക, ആരും ഒന്നും മിണ്ടുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഒരു സംശയം പോലെ ഇതിലൂടെ ചൂടുവെള്ളം ഒഴുകുന്നു. അപ്പോൾ ഏതാണ്ടൊരു ബോധം പോലെ എനിക്ക് വന്നു. ഞാൻ ഈ കൈ പൊങ്ങുന്നില്ല. ഈ കൈ ഇങ്ങനെ എടുത്ത് ഇത് ഇങ്ങനെ പൊങ്ങിയപ്പോഴത്തെ ഡാഷ് ആ ഒരു ബോർഡുണ്ടല്ലോ, ആ ബോർഡ് എൻ്റെ നെഞ്ചത്തിരിക്കുക. ചുരുക്കി പറയാം, ഡ്രൈവർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. തൊട്ടിപ്പുറം ഞാനിരിക്കുന്നു. അദ്ദേഹം എന്ന രീതിയിൽ സ്റ്റിയറിംഗ് ഇടിച്ച് കയറി അവിടെ എല്ലാം ഒടിഞ്ഞു. എൻ്റെ സ്റ്റിയറിംഗ് ഒരു ശകലം ഇതിലൂടെ പാസ് ചെയ്തേ ഉള്ളൂ, ഈ റിപ്സ് ഒടിഞ്ഞു. അവസാനം പറയാൻ ബോധം വന്നപ്പോഴത്തേക്ക് മനസ്സിലായി വണ്ടി ഇടിച്ചതാണ്, പുളിമരത്തെ ഇടിച്ചതാണ്, എല്ലാം തകർന്നു.
എനിക്ക് എൻ്റെ നാക്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വല്ലാത്ത പരുവത്തില്ല. എൻ്റെ അമ്മാച്ചൻ അന്നേരം പുറകെ ഒരു വിളിച്ചു, ജോസേന്ന് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് ഏകദേശം ഐഡിയ മനസ്സിലായത് സംഭവം ഇതൊക്കെയായിരുന്നു. അദ്ദേഹം ഗ്ലാസ് ഇടിച്ച് പൊളിച്ച് പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തരെയും വെളിയിലിറക്കി റോഡിലേക്ക് ഇടുകയായിരുന്നു. എന്നെയും റോഡിലേക്ക് എടുത്തിട്ടപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഇവിടെ താഴോട്ട് എൻ്റെ മൊത്തം ഒടിഞ്ഞിടക്കുകയാണ്, ഒരു പ്രയോജനമില്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ, അവിടെ ആ സമയത്തും എനിക്ക് നൽകിയൊരു മറുപടിയുണ്ട്, ദൈവം എന്നെ ബലപ്പെടുത്തി. ഒരു ഭയം ഉണ്ടായില്ല, ഒരു ഭയം ഉണ്ടായില്ല, എനിക്കൊരു ധൈര്യമായിരുന്നു. അപ്പോഴും ധൈര്യമാണ്. ഇതിനിടയ്ക്ക് കൂടെ കിടക്കുന്ന രണ്ട് മർത്തോമക്കാരാണ്. അതിൽ സെൻറ്ററിൽ ഞാൻ കിടക്കുന്നത്. അപ്പോൾ ഒരു മർത്തോമക്കാരൻ പറഞ്ഞൊരു വാക്ക് എൻ്റെ ചങ്കനെ ഇന്ന് ഇടി പോലെ കൊള്ളുക. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, 2 ഉപദേശന്മാരുടെ മധ്യ ഞങ്ങൾ മരിക്കണമെന്ന്. മരിക്കുന്ന വിഷയമില്ല, ഉപദേശന്മാരുടെ മധ്യ കിടക്കണം മരിക്കുന്ന അവർ പ്രയാസമാണ് മാറിയത്. എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. ഉടനെ ഞാൻ പറഞ്ഞു, മിണ്ടരുത്, ആരും മരിക്കുകയില്ല. അപ്പോൾ തന്നെ ഡ്രൈവർ മരിച്ചിട്ടൊക്കെ ഇവിടെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മാച്ചൻ പെട്ടെന്ന് ഇറങ്ങി വന്ന് പല വണ്ടിയും കൈ കാണിക്കുന്നുണ്ട്, ആരും നിർത്തുന്നില്ല. ഒരു ലോറിക്കാരെ വന്ന് വണ്ടി നിർത്തിയപ്പം പറഞ്ഞു, ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കിടന്നോണ്ട് പറഞ്ഞു, ഞങ്ങളാരും മരിച്ചിട്ടില്ല, ദയവ് ചെയ്ത് അടുത്തൊരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. എൻ്റെ വാക്കുകളത് ഇറങ്ങി വന്നിട്ട് ഞങ്ങളെല്ലാവരെയും വണ്ടിക്കകത്ത് എടുത്തിട്ടു. അത് കട്ട കൊണ്ടുപോകുന്നൊരു വണ്ടിയായിരുന്നു, ഇഷ്ടിക. ഞാൻ ചെന്ന് വീണത്, ഞാൻ കിടന്നത് ഒരു കട്ടട പുറത്തായി തല. ഇവനെ അടിച്ചു വിടുക. അങ്ങനെ സ്പീഡിൽ പോകുമ്പോഴും എൻ്റെ ഇത് കിടന്നടിക്കുക. മറ്റു മൊത്തം വേദനയായതുകൊണ്ട് ഈ വേദന ഒരു കാര്യമാക്കിയില്ല. അവിടെ ചെന്നു, ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞു, ഇവിടെ സാധ്യമാകത്തില്ല, എങ്ങോട്ടും കൊണ്ടുപോകാൻ പറഞ്ഞു. ഇന്നൊരു ദിവസം കിടത്ത്, നാളെ ഞങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ പിറ്റേ ദിവസം വീട്ടിലേക്ക് വിളിച്ചു. വീട്ടിൽ നിന്ന് അവരെല്ലാം വന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് നേരത്തെ മറ്റുള്ളവരുടെ വീട്ടുകാരും ഒക്കെ വന്നിരുന്നു. അവരെല്ലാം ഓരോരുത്തരും കൊണ്ടുപോയി. എൻ്റെ സമയമായപ്പം അവിടെ ഒരു ആംബുലൻസ് ഒന്നുമില്ല. പെട്ടെന്ന് അവർ തിരക്കി, പല വർക്ക്ഷോപ്പിലും പോയി, അവിടെ ആംബുലൻസ് ഇല്ല. എങ്ങാണ്ട് റോഡിൽ നിന്നപ്പോൾ ഒരു ആംബുലൻസ് കിട്ടി. നോക്കിയപ്പോൾ 4 വീലും അതിനില്ല. അവരവിടെ നിന്ന് 4 വീല് ഫിറ്റ് ചെയ്തു. പിന്നെ ലൈറ്റില്ല, ലൈറ്റ് ഫിറ്റ് ചെയ്തു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഒരു ആംബുലൻസ് ഉണ്ടാക്കി. ഇനി ഞാൻ പറയാം, ദൈവം ഉണ്ടാക്കിപ്പിച്ചതാണ്. കാരണം പദ്ധതി കിടപ്പുണ്ട്. എന്നെക്കുറിച്ചുള്ള കോളിങ്ങിൻ്റെ റിസൾട്ട് അത് വരുത്തണമെങ്കിൽ ദൈവം ചെയ്തേ പറ്റുകയുള്ളൂ. ഇതൊക്കെ യാദൃച്ഛ്യമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അല്ല, ഇതെല്ലാം ദൈവം നമ്മൾ ഒരുക്കിയെടുക്കുന്നൊരു പദ്ധതിയാണെന്ന് ഇന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് തകർക്കുവാനോ മുടിക്കുവാനോ അല്ല, നിങ്ങളെ പണിയുവാനാണെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ആ വണ്ടിയെ എന്നെ കയറ്റി. ഡോക്ടർമാർ പറഞ്ഞത് രക്ഷപ്പെടത്തില്ലെന്നാണ്. അത് ഡോക്ടർമാരുടെ വാക്ക് കേട്ടോ. ഇനി അതിനും വേറെ സംഭവം പറയാം. അങ്ങനെ കുമിളി വരെ വന്നപ്പോഴത്തേക്കും വണ്ടി നിർത്തി. അപ്പം എൻ്റെ അമ്മാച്ചനൊക്കെ വിശന്നു. കാരണം കുറച്ച് ദിവസമായല്ലോ, കുറച്ച് നേരമായല്ലോ, വെള്ളം കുടിക്കണം. ഇറങ്ങി കടലൊക്കെ പോയി എന്നെ ഇങ്ങനെ എടുത്തിരിക്കുക. അപ്പോൾ എനിക്കൊരു ബണ്ണ് എൻ്റെ കയ്യിൽ തന്നു. ആ ബണ്ണ് കഴിച്ചിട്ടുമ്പം 2 യുവാക്കന്മാർ വന്ന് ഇങ്ങനെ നോക്കി. അപ്പം അവർ പറഞ്ഞ് ഞാൻ മരിച്ചു കിടക്കാമെന്ന് ഓർത്താണ് നോക്കിയത്. ഉടനെ അവർ പറയുക, ഓ ചെറുപ്പക്കാരൻ്റെ പാവം മരിച്ചു പോയല്ലോ, ഇത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്നെ കൊന്നെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മരിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടെന്ന് ബണ്ണെടുത്ത് ഒന്ന് കടിച്ചു കാണിച്ചു. ഇത് കടിച്ചു കാണിച്ചപ്പോൾ അവരുടെ വാക്കാണ് ഇന്നും മറക്കാത്തത്. അവർ പറയുക, ഓ പുള്ളി മരിച്ചൊന്നുമില്ല, നമുക്ക് പോയേക്കാന്ന്. പുള്ളി മരിച്ചിട്ടൊന്നുമില്ല, നമുക്ക് പോയേക്കാം. അപ്പം ജനത്തിൻ്റെയൊക്കെ ആഗ്രഹം മരിക്കണമെന്ന്. പക്ഷേ ഒരു കാര്യം മറക്കരുത്, ഒരപകടം ഉണ്ടായാൽ മരിച്ചവനങ്ങ് പോയാൽ മതി. പക്ഷേ പരിക്ക് പറ്റിയവനൊക്കെ വർഷങ്ങൾ കിടക്കും. അവരെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. ഞാൻ 1.5 വർഷം ഹോസ്പിറ്റലിൽ കിടന്നു കേട്ടോ, പറയാം. അന്ന് രാത്രി എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തി. ഡോക്ടർ വന്നപ്പോഴും പറഞ്ഞു രക്ഷപ്പെടത്തില്ല, കാരണം അതും അത്രമാത്രം പ്രശ്നമാണ്. അദ്ദേഹം നീരി വെച്ചു, കൊണ്ടുവന്ന ചോരയെല്ലാം പോയി. അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു അറ്റാക്ക് ഇന്ന് രാത്രി ഉണ്ടാകും. കാരണം ഇതിലുണ്ടായിരുന്ന ബ്ലഡിൻ്റെ അകത്ത് മുഴുവനും ബോൺമാരോ കലർന്നു.
ബോൺമാരോ 35% കലർന്നാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. എൻ്റെ 75 കലർന്നു. അപ്പോൾ ഡോക്ടർ വിധി എഴുതി, ജസ്റ്റ് അവൾ ഇട്ടേക്കാം, മരിച്ച ഉത്തരവാദിത്വം ഞങ്ങൾക്കൊന്നുമില്ല. അവർ പറഞ്ഞ പോലെ രാത്രി 9 മണിക്ക് എനിക്ക് അറ്റാക്ക് ഉണ്ടായി. എൻ്റെ വൈഫ് എന്നെ വന്നിങ്ങനെ നോക്കി, എൻ്റെ ദേഹം നീല നിറമായി മാറി. ഞാനിങ്ങനെ ചോദിച്ചു എന്താണെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞു. അവൾ ഇച്ചിരി എന്നെക്കാളും ബോൾഡാണ്. ആ സമയത്ത് കരയാനൊന്നും പോയില്ല, പക്ഷെ കരയുന്നുണ്ട്. വെളിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകാൻ ചിന്ത എനിക്കില്ല. ഒന്നറിയാം, എൻ്റെ ചങ്കിൻ്റെ പൊക്കത്തിൽ 1000 കിലോ കല്ലിരിക്കുന്നൊരു ഭാരം എനിക്കുണ്ട്. ഞാൻ മരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഡോക്ടർ വിളിച്ചെന്ന് പറഞ്ഞു മരിക്കും. അപ്പം അവരെല്ലാം അപ്പം വാക്കിയാണ് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാൻ പറഞ്ഞു. എൻ്റെ അളിയൻ ചൂടായി. എന്നാൽ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? വിഷമം കൊണ്ട് പറഞ്ഞു കേട്ടോ, ഡോക്ടറുടെ ദേഷ്യം കൊണ്ടല്ല. ഏതായാലും അറിയിക്കേണ്ടവരല്ല അവൾ അറിയിച്ചത്. അവിടെ ദിവാസന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, എൻ്റെ സ്നേഹിതരുണ്ട്. അറിയിക്കേണ്ടവരെയല്ല അറിയിച്ചത്, അറിയിക്കേണ്ടവനെ അറിയിച്ചു. നമ്മുടെ പ്രശ്നം അറിയിക്കേണ്ടവനെ അറിയിച്ചാൽ ഒരു പരിഹാരമുണ്ട്. ഡോക്ടർ വിധി എഴുതി തള്ളിക്കളഞ്ഞാലും, ഡോക്ടറെ കൊണ്ട് സാധ്യമെന്ന് വിധി എഴുതിയാലും ദൈവത്തിനെ കൊണ്ട് സാധ്യമാണെന്നുള്ള കാര്യം എൻ്റെ ജീവിത അനുഭവമാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ അവിടെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ പോലെ ECGയിലേക്ക് ഒരു വര മാത്രം അവിടെ വന്നു. അറ്റാക്കിൻ്റെ ലക്ഷണമൊക്കെയായി. ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും ചെയ്യാനില്ല, കാലും കൈയും കൂട്ടിക്കെട്ടുക, ലാസ്റ്റത്തെ കാര്യം ചെയ്യുക. കാരണം ഇതൊന്നും ഇടാൻ പറ്റത്തില്ല ഉള്ളിലേക്ക്, എല്ലാം അകത്തൊക്കെ പ്രശ്നമുണ്ട്. അവിടെ സിസ്റ്റർ ബെറ്റ്സി സഹോദരി ഒരു നേഴ്സുണ്ട്. ആ നേഴ്സാണ് ഈ കാര്യം ഞങ്ങളുടെ പറഞ്ഞത്. ഡോക്ടർമാരെല്ലാം പോയി ഒരാളെ ഏൽപ്പിച്ചിട്ട്. പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ECGയിൽ മാറ്റം വന്നു. ഈ ഡോക്ടർ ചെന്ന് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഓടി വന്ന് നോക്കി പറഞ്ഞു, അതേ സമയം നിൽക്കത്തില്ല, കൂടിപ്പോയ 3 മണിക്കൂർ. പക്ഷെ 3 മണിക്കൂർ ദൈവം മാറ്റി എഴുതി 6 ആക്കി, 6നെ 12 ആക്കി, 12 24 ആക്കി, 24 48 ആക്കി. 72 hours ആയപ്പോൾ ഡോക്ടർ പറയുക ഇനി മരിക്കത്തില്ലെന്ന്. ഇന്നലെ പകൽ ഞാൻ ഒന്ന് പറയാം, ഈ സ്റ്റേജിൽ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കഴിവോ മിടുക്കോ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ മഹാകരുണയാണെന്ന് ഇന്ന് ഞാൻ പകൽ വിളിച്ചു പറയുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മളെ മാനിക്കാതിരിക്കത്തില്ല. അവൻ്റെ വിലക്കിറങ്ങിയെങ്കിൽ തകർത്ത് കളയില്ല. വിശ്വസ്തമായി നിന്നാൽ അവൻ മാനിക്കാതിരിക്കത്തില്ല. ലോകം കൈവിട്ടാലും ശാസ്ത്രം കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവം എന്നോട് നിന്റെ കൂടെ ഉണ്ടെന്ന കാര്യം ഉറപ്പുള്ളതായിരിക്കണം. 1.5 വർഷം ഒരേ കണ്ട ഹോസ്പിറ്റലിൽ. ചിന്തിക്കണം, എൻ്റെ ഈ ഭാഗത്ത് 3 സ്റ്റീൽ ബോഡികൾ ഇതിട്ടിരുന്നു, ഫോറിൻ ബോഡി. അതിട്ടപ്പോൾ മുതൽ പഴുക്കാൻ തുടങ്ങി. അപ്പോൾ 1.5 വർഷവും കാലിങ്ങനെ പഴുത്ത് ഒഴുകിക്കൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ വീട്ടിൽ സ്റ്റീൽ ഇരിപ്പുണ്ട്. ഭയങ്കര അതിവേദനയും. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പക്ഷേ ഇന്നും ക്ഷമിക്കുന്നതിന് അഥവായി ദൈവം കയറി ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞു സഭ നിർത്തിക്കോളാം, സമയം സാക്ഷ്യം പറഞ്ഞു കുഴപ്പമില്ലല്ലോ, അല്ലേ അതാ എനിക്ക് ഉചിതം തോന്നുന്നു. ഓക്കെ, പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ഈ കാലിങ്ങനെ പഴുത്തൊഴുക, അതിവേദനയാണ്. എൻ്റെ ഭിത്തി ഞാൻ മാന്തി പറിച്ചു വെച്ചിരിക്കുക, വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ തിങ്കളാഴ്ചയും ഡോക്ടർ വരും, ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകും, എന്നെ ഇത് വെച്ച് മയക്കും, എന്നിട്ട് മുഴുവൻ കഴുകി ഈ തുണി തിരികെ കയറ്റി എല്ലാം പഴുപ്പും എടുക്കും എല്ലാ തിങ്കളാഴ്ചയും. സാധാരണ അനസ്തേഷ്യ തരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഡോക്ടറെ നോക്കും. അവസാനം നോക്കുമ്പോൾ ജോൺസൺ ആണ്, എന്നാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത്തട്ടെ എത്തി. ചുരുക്കി പറഞ്ഞാൽ പറയാം, 1.5 വർഷം ഒരു കടപ്പ് കടന്നു. പഴുപ്പ് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡോക്ടർമാർ വിസിറ്റിങ് വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു പാട്ട് വന്നു. പാട്ടിൻ്റെ വാചകം ഞാൻ, ട്യൂൺ ഞാൻ, എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ രഞ്ജി ഞാൻ വേഗം പറഞ്ഞു, ഈ ഒരു പേപ്പർ എടുക്കുക. അവൾ പേപ്പർ എടുത്തു. ഞാൻ പാടാൻ പോകും, എഴുതാൻ പറഞ്ഞു.
പെട്ടെന്ന് ചിന്ത, ആ ലോറി അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, ആ കൃത്യസമയത്ത് ലോറി അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്തമെല്ലാം വാർന്നൊഴുകി ഞാൻ മരിച്ചു പോകുന്ന ചിന്ത മനസ്സിൽ കയറി. അപ്പോൾ പിന്നെ ചിന്ത പോയത് യോനയിലേക്കാണ്. യോനയ്ക്ക് തക്ക സമയത്ത് ആ മത്സ്യം ദൈവം അയച്ചില്ലായിരുന്നുവെങ്കിൽ മറ്റു മീൻ കൊത്തിപ്പറിച്ചു കളഞ്ഞതിനെ. യോനയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് അത് നിവൃത്തീകരിക്കേണ്ടതിന് വേണ്ടി അവനെ എറിഞ്ഞ സമയം മുതൽ മീനെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് പോലെ ഞാൻ അപകടപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ ദൈവം ഈ ലോറിയെ നിയോഗിച്ചു. പെട്ടെന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ പാടി: തകർന്നു ചിന്തിച്ച നേരം യേശുവിൻ പൊൻകരം കണ്ടു. തകർന്നു ചിന്തിച്ച നേരം യേശുവിൻ പൊൻകരം കണ്ടു. യോനയ്ക്കു മത്സ്യത്തെ പറഞ്ഞയച്ചതുപോൽ വന്നെത്തി അവൻ കൃപയും. യോനയ്ക്കു മത്സ്യത്തെ പറഞ്ഞയച്ചതുപോൽ വന്നെത്തി അവൻ കൃപയും. ആഹാ പാടും ഞാൻ, കീർത്തിക്കും ഞാൻ എന്നായുസിൻ നാൾ വരെ. ആഹാ പാടും ഞാൻ, കീർത്തിക്കും ഞാൻ എന്നായുസിൻ നാൾ വരെ. ജീവൻ പോകും വരെ ജീവന്റെ നാഥനെ പാടി സ്തുതിച്ചിടുമേ. ജീവൻ പോകും വരെ ജീവന്റെ നാഥനെ പാടി സ്തുതിച്ചിടുമേ. അത്യുന്നതനാം യഹോവേ, അത്ഭുതമാനിൻ വഴികൾ. അത്യുന്നതനാം യഹോവേ, അത്ഭുതമാനിൻ വഴികൾ. എത്രയാഗോചരം എത്രയവന്യം ഇന്നു ഞാൻ രുചിച്ചറിഞ്ഞു. എത്രയാഗോചരം വർണ്ണിയം ഇന്നു ഞാൻ രുചിച്ചറിഞ്ഞു. ആഹാ പാടും ഞാൻ, കീർത്തിക്കും ഞാൻ എന്നായുസിൻ നാൾ വരെ. ആഹാ പാടും ഞാൻ, കീർത്തിക്കും ഞാൻ എന്നായുസിൻ നാൾ വരെ. ജീവൻ പോകും വരെ ജീവന്റെ നാഥനെ പാടി സ്തുതിച്ചിടുമേ. ജീവൻ പോകും വരെ ജീവന്റെ നാഥനെ പാടി സ്തുതിച്ചിടുമേ. ഇനിയുമുണ്ട്, അന്നേരം എഴുതിയ പാട്ടാണ്. അതുപോലെ ഞാൻ ഈ പാട്ടിങ്ങനെ പാടി ഒരു പ്രിമിറ്ററി കൺവെൻഷന് എനിക്ക് മിസ്സായി പറഞ്ഞു നിൽക്കുമ്പോൾ ഈ പാട്ട് പാടിയപ്പോൾ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഫാസ്റ്റ് ഈ പാട്ട് ആർക്കും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇങ്ങി തരാമെന്ന് ചോദിച്ചു. കൊടുത്തു. അദ്ദേഹം കരാവുന്ന അദ്ദേഹത്തിൻ്റെ പേര് സംഗീത ലോകത്ത് അറിയപ്പെട്ടവനാണ്. അച്ചപ്പ എന്ന് പറയും, നിങ്ങൾക്കറിയാം ചിലർക്കൊക്കെ. ഞാൻ ആ പാട്ട് കൊടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു. ഒരു കാസറ്റോ, ഈ കാസറ്റില്ല, അന്ന് പണ്ടത്തെ കാസറ്റാണ് ഞാൻ നോക്കിയപ്പം സി മഹായിളവ് കൺവെൻഷൻ 1999 എന്നുള്ള ഒരു ഡേറ്റൊക്കെ ഉള്ളു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പാട്ടുണ്ട്. എടുത്തിട്ടു. നല്ല മനോഹരമായ നിലയിൽ അദ്ദേഹം എഴുതി. അദ്ദേഹം അതിന് വാക്കുണ്ട്. ഈ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് എൻ്റെ സാക്ഷി അദ്ദേഹം പറഞ്ഞവളെ. ആ സാക്ഷി പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു 5 പ്രാവശ്യം ആ പാട്ടൊക്കെ പാടിപ്പിച്ചു. പെന്തക്കോസ്തരല്ല, മഹാഗണപതിയിലെ ആ CSക്കാരുടെ പാട്ടിനകത്ത് ഞാൻ പറഞ്ഞത് അനുഭവത്തിൻ്റെ പാട്ടാണ് പാട്ട്.
ഇതിനു മുമ്പ് ഞാൻ പാട്ടെഴുതാൻ വേണ്ടി ഫാനിൻ്റെ കീഴിൽ കുഷനൊക്കെ ഇട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. പാടി വരുമ്പോൾ എഴുതി വരുമ്പം ഒന്നുകിൽ ഒരു വാക്ക് അധികമാകും, അല്ലെങ്കിൽ തിരിഞ്ഞു പോകും, അവസാനം കയറിക്കളയും. ഈ പാട്ടെഴുതാൻ വേണ്ടി ഇരുന്നാൽ പാട്ട് വരത്തില്ല. പക്ഷെ കിടത്തിക്കൊണ്ട് പാട്ടെഴുതി നമ്മുടെ വിശുദ്ധന്മാർ, പഴയ പിതാക്കന്മാർ, അവരെഴുതിയ എല്ലാ പാട്ടും അനുഭവത്തിൽ നിന്ന് പാട്ടാണ്. ആ പാട്ടിൽ ഇന്നും ജീവിക്കുന്നത്. ആ പാട്ട് കൊണ്ടാണ് അത്രയും ശക്തി. ഇന്ന് പാടിയില്ലേ, പാടും ഞാൻ പരമേശ്വരന് സതതം. അതൊക്കെയല്ലേ ഇന്നും ജീവിപ്പിക്കുന്നത്. അതെല്ലാം അനുഭവത്തിൻ്റെ ഗാനമാണ്. പക്ഷെ ഇന്ന് എഴുതുന്ന പാട്ടുള്ള അനുഭവമല്ല, പാട്ടെഴുതാൻ വേണ്ടി എഴുതുന്ന പാട്ടാണ്. പണ്ടൊരാൾ പറഞ്ഞു, ഇപ്പോഴത്തെ പാട്ടെന്ന് പറഞ്ഞാൽ അലുമിനിയം കലം പോലെയാന്ന്. എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് ഉരുണ്ടുപോയി പടോടാ നിടിച്ചിട്ട് ഇടങ്ങ് പോയി നിൽക്കും, പിന്നെ ആ പാട്ടില്ല. കാരണം അനുഭവം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ. ഞാൻ ആ പാട്ടെഴുതി. ഇന്നും ചിലപ്പോൾ ഞാൻ മറന്നു പോകും. പാട്ട് എന്തോ അബദ്ധം പറ്റി ശരിയായി വന്നു. ഞാൻ എഴുതിയ പാട്ട് ഞാൻ മറന്നു പോകും. അങ്ങനെ അവിടെ കിടന്നുകൊണ്ട് ആ പാട്ട് ഞാൻ എഴുതി. അവളത് എഴുതി ഇങ്ങനെ മുമ്പോട്ട് പോയി. 1.5 വർഷം കിടന്നു. അവസാനം ഈ എൻ്റെ കാലിൽ കിടന്ന ആ സ്റ്റീൽ റോഡ് എടുക്കുന്നവരെ കാലിങ്ങനെ പഴുപ്പ് ഒഴുകിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ അതിൻ്റെ അവസാന സമയം ഡോക്ടറങ്ങളെ വിട്ടു. അടുത്തൊരു സഭയുണ്ട്, IP സഭയാണ് പാമ്പാടിയിൽ. സാറിനറിയ പാസ്റ്റർ നെപ്പോളിയൻ സാറിൻ്റെ സഭയായിരുന്നു. ഞാൻ അവിടെ ചെല്ലും. ഈ 2 വർഷത്തിൽ ഈ വടി വെച്ച് നടന്നവിടെ ചെല്ലും. ഞാൻ പാസ്റ്റർ ആയതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം തരും. പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം, പ്രസംഗമെല്ലാം കഴിയുമ്പം ഈ നിൽക്കുന്നിടത്ത് പഴുപ്പും ചോരയും തളം കെട്ടി കിടക്കുന്ന 2 സഹോദരിമാർ ബോധം കെട്ടി വീണുപോയി. ഞാൻ പറഞ്ഞത്, ദൈവം നിർത്തിയാൽ നിൽക്കാൻ പറ്റും. എൻ്റെ സ്വഭാവമുണ്ടോ, ഞാൻ സഭായം മുടക്കത്തില്ല. അത് എന്തു വന്നാലും മുടക്കത്തില്ല. ഞാൻ ഒരിക്കലും ഇവിടെ കൽക്കട്ടയിൽ നിന്ന് ഗുജറാത്തിന് പോയി. ഗുജറാത്ത് രാജസ്ഥാൻ ഉദയ്പൂർ സ്ഥലത്ത് രാവിലെ നോക്കിയപ്പോൾ തന്നെ ഞാനൊരു ബൈബിളൊക്കെ പിടിച്ചിങ്ങനെ കവല നിന്നു. ആരെങ്കിലും വിശ്വാസികൾ ഇങ്ങനെ ആരാധനയിൽ പോകുന്നതിന് കൂടെ പോകാൻ വേണ്ടി ഒറ്റയാളെ തന്നെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോട്ടലിൽ വന്നു. ഞാൻ യോഗം നടത്തി. ഞാൻ തന്നെ മാസ്റ്റർ, ഞാൻ തന്നെ കൊയറ്, ഞാൻ തന്നെ സങ്കീർത്തനം വായിച്ചു, ഞാൻ തന്നെ ഓഫറിങ് കിട്ടു, ഞാൻ തന്നെ പ്രസംഗിച്ചു. കാരണം നമ്മൾക്ക് പരിചയമുണ്ടല്ലോ, പണ്ട് കണ്ട് പരിചയമുണ്ടല്ലോ. അതെല്ലാം കണ്ട് അങ്ങനെ രീതിയാണ് തന്നെ. ഒറ്റ യോഗത്തിന് മുടക്കത്തില്ല. ഒരിക്കൽ IPCയിൽ എൻ്റെ കൂടെ താമസിച്ച ഒരു നിവാസനുണ്ട്. അദ്ദേഹം എൻ്റെ ബോസാണ്. കൂടെ താമസിക്കുക, ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന ആൾ. ഞങ്ങൾ ആസാമിൽ ചെന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഒരു ഹോട്ടലിലായി. അപ്പോൾ സൺഡേ അവിടെ വർക്കില്ല. വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. ഞാൻ പറഞ്ഞത്, ഇന്ന് സഭ നമുക്കില്ലല്ലോ, അല്ല വർക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സഭാഗത്തിലാണ്. പുള്ളി പറഞ്ഞ് പോകാനൊക്കത്തില്ല. അതിനെന്ന് ചോദിച്ചു, നമ്മൾ ഡ്യൂട്ടിക്ക് വന്നതാണ്. ഞാൻ പറഞ്ഞു, ഡ്യൂട്ടി ചെയ്യുന്നില്ലല്ലോ. പുള്ളിയും ചച്ചോട് മെമ്പറാണ് അവിടുത്തെ. ഞാൻ കൂടെ താമസിക്കുന്ന ആളാണ്. അവിടെ ചെന്ന് ബോസായി. ഞാൻ പറഞ്ഞത്, ജോലിയുണ്ടെങ്കിൽ നമുക്കിന്ന് പോകാം. ഇത് ജോലി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പോകും. പൊക്കോ ജോസ് പൊക്കോ, പക്ഷേ കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തു ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ സഭായത്തിന് പോയി മടങ്ങി വന്നപ്പോൾ ആദ്യം പറയുന്നത്, മാനേജരെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ മാനേജരെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഇങ്ങനൊരു ബാഡ് റിപ്പോർട്ടാണ് ജോൺസനെ കുറിച്ച് ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനി അങ്ങനെ ആവർത്തിച്ചാൽ ഗോൾഡൻ ഹാൻഡ് എന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞു. ഈ ഭയങ്കര വിഷമമായി. കാരണം നമ്മുടെ ആളാണ്, യേശു ആരാന്ന് അറിയാവുന്ന ആളാണ്, ഒന്നിച്ച് കർത്തൃമേശ എടുക്കുന്ന ആളാണ്, ഒരേ സഭയിലെ മെമ്പറാണ്. ഭയങ്കര വിഷമം തോന്നി. കേട്ടണം, അടുത്ത ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് വെള്ളിയാഴ്ച പകൽ അദ്ദേഹത്തെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഒരു സൺഡേ ആകുന്നതിന് മുമ്പ് അദ്ദേഹം പുറത്തായി. ഞാൻ അദ്ദേഹത്തെ ഈ പ്രാവശ്യം ഷാർജ വെച്ച് കണ്ടു. അദ്ദേഹം മറന്നുപോയി. പക്ഷെ ഞാൻ മറക്കാൻ നോക്കൂ, നമ്മുടെ തിക്ത അനുഭവങ്ങൾ അതൊക്കെ. ഞാൻ പറഞ്ഞത്, സഭായോഗം നിങ്ങളൊക്കെ എനിക്ക് ഹാപ്പി ആയിരുന്നു, നിങ്ങളുടെ ആ വരവും ആരാധനയൊക്കെ. ഞങ്ങളെ ഇരുന്ന സഭയിൽ ഇന്നെന്താ വരാൻ ചോദിച്ചാൽ പറയും, ഭാഷ ഇന്ന് വരാൻ ഒരു മൂഡില്ലായിരുന്നു പറയും.
ഇന്ന് വരാനൊരു മൂഡില്ലായിരുന്നു. ഞാൻ പറയും മൂഡിൽ വരുന്നതിന് മുൻപ് അങ്ങ് വരാമെങ്കിൽ നല്ലതാണ്. എൻ്റെ ദൈവം മൂഡ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതിന് അവസരം കൊടുക്കരുത്, മൂഡ് വരുത്താൻ വേണ്ടി അവസരം കൊടുക്കരുത്. ദൈവം തരുന്ന ആയുസ്, വിട്ടശ്വാസം. എപ്പോഴും പറയും ഇന്ന് നടന്ന ഏറ്റവും അല്പം പറയാം നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്നെല്ലാം ജീവിതത്തിൽ ഒരു അല്പം നടന്നു വിടാൻ തെളിയിക്കാം. ആരും അറിഞ്ഞിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും ദൈവം ഒരു വലിയ അത്ഭുതം നടത്തി. രോഗം സഹിക്കുവാക്കിയതല്ല, രാവിലെ എഴുന്നേറ്റ് ഇവിടെ വരാനിടയായത് വലിയൊരു അത്ഭുതമല്ലേ? അതുകൊണ്ട് അത്ഭുതം ഉണ്ടോ? അതുകൊണ്ട് നിത്യം ചെയ്യുന്നത് ദൈവം അത്ഭുതത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവൻ. അതുകൊണ്ട് ദൈവസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. വഴക്ക് പറയല്ല, നിങ്ങളെ കാരണം ദൈവത്തിന് അവസരങ്ങളെ പാഴാക്കരുത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഞാൻ പറഞ്ഞത് ആ അനുഭവത്തിലൊക്കെ നിൽക്കുവാൻ ദൈവം കൃപ നൽകിയത്, ഞാൻ പറഞ്ഞൊരു 7ാം ക്ലാസ്സിൽ നൽകിയ അഭിഷേകത്തിൻ്റെ ആ ഒരു ശക്തി കൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നപ്പോഴും തകർന്നു പോകുന്ന ദൈവം നിർത്തിയത്. വേണേ ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ദൈവത്തിലേക്ക് ഇറങ്ങിയ ശേഷം ഇതെല്ലാം സംഭവിക്കുന്നത്. അതൊന്നും തീർന്നില്ല. അടുത്ത ദിവസം എൻ്റെ കൈക്ക് ഈ കൈക്കുന്ന ഭയങ്കര വേദന, വണ്ടി ഓടിക്കാൻ മേല. എൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ക്ലച്ച് ഔട്ടാം, നീ ഗിയർ മാറാൻ പറഞ്ഞു. അങ്ങനെ ഗിയർ മാറി. പക്ഷേ പിറ്റേ ദിവസം വൈഫിന് 2 മുട്ടിനും വേദന. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം. ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ പോയതാണ്. പക്ഷെ അതിന് മുൻപ് എനിക്കൊരു പ്രശ്നമുണ്ട്. നടന്നൊരു 5 മിനിറ്റ് കഴിയുമ്പം ചെറിയൊരു എരിച്ചൽ ഈ നെഞ്ചത്ത്. ഞാനത് മൈൻഡ് ചെയ്തില്ല, ഗ്യാസ് ആകുന്നതൊക്കെ വിട്ടു. പക്ഷേ അന്നും ഇതുപോലെ വണ്ടി ഇട്ടേച്ച് അവരുടെ അടുത്ത് പോയപ്പോൾ നെഞ്ചരിച്ചു. ഞാൻ പറഞ്ഞാൽ ഇന്നും എനിക്കതുപോലെ നെഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം വൈഫ് പറഞ്ഞ കാര്യം ചെയ്യും, ജസ്റ്റ് ഡോക്ടറെ ഒന്ന് കാണിക്കുക. ഞാൻ ഉടനെ ഡോക്ടറെ കാണിക്കാൻ അപ്പം ചോദിച്ചു ECGക്ക് എത്ര രൂപ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്ന് ഒരു സൗകര്യം നമ്മുടെ ഒരു വിശ്വാസത്തെ. അപ്പോൾ അദ്ദേഹം ഇത്ര രൂപകളെന്ന് പറഞ്ഞു. എന്നാൽ ചുമ്മാ എടുത്തതാണ് ECG. എടുത്തപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇച്ചിരി പ്രശ്നം കാണുന്നുണ്ടല്ലോ. ഉടനെ എക്കോ വേണമെന്ന് പറഞ്ഞു. എന്തായാലും ഫോർട്ടിസിൽ ഡോക്ടർ അവിടെ ഇരിക്കുക. അന്ന് വിസിറ്റിങ് വന്ന ആളാണ്. എക്കോ നോക്കുമ്പോൾ എക്കോയിലും പ്രശ്നമുണ്ട്. പിന്നെ പറഞ്ഞു TMT എടുക്കാം, ട്രെഡ്മിൽ. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇങ്ങനെ സംഭവമുണ്ട്, ഒരു 5 മിനിറ്റ് നടന്നു കഴിയുമ്പോൾ ചെറിയൊരു പ്രശ്നം എനിക്കുണ്ടാകും. ഏതെങ്കിലും കയറാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നു, അതിനെ നോക്കുന്നുമുണ്ട്. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എരിച്ചിൽ തുടങ്ങി. ഡോക്ടർ പേന എറിഞ്ഞേച്ച് വന്ന് കെട്ടി എന്നെ പിടിച്ച് നിർത്താൻ പറഞ്ഞു. നിർത്തി. ആരോട് കൂടെ അവന് വൈഫുണ്ട്, വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. എന്നിട്ട് പറഞ്ഞു തന്ന റിപ്പോർട്ട് ഇതാണ്, എൻ്റെ ഹാർട്ടിൻ്റെ 2 ആർട്ടറിയും ഫുൾ ബ്ലോക്കാണ്. ഇന്ന് അഡ്മിറ്റ് ആകണം. ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ പറ്റത്തില്ല. നാളെയോ നാളെയോ ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്ററാണ്, എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞത് അത് നിങ്ങളുടെ റിസ്ക്. എങ്കിലും അദ്ദേഹം മരുന്ന് തന്നു, ആസ്പിരിൻ്റെ മരുന്ന് തന്നു. അത് കഴിച്ചു തുടങ്ങി. അതേസമയം എൻ്റെ ഡിസ്ട്രിക്റ്റിലൊരു പാസ്റ്റർ, അദ്ദേഹം പോളിറ്റിക്സിലൊരു ഡോക്ടറാണ്. അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർക്ക് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ, എന്താ ചെയ്യേണ്ടത്? പുള്ളി പറഞ്ഞു പാസ്റ്റർ ഒന്നും പേടിക്കില്ല, നേരെ അങ്ങ് വരാൻ പറഞ്ഞു. പെരുന്നാട്ടിൽ ഫോർട്ടീസ് വലിയ ഹോസ്പിറ്റലാണ്. അങ്ങനെ എല്ലാം പറഞ്ഞു. പുള്ളി അവിടുത്തെ ഡോക്ടറാണ്. അവിടെ ചെന്നു, അവിടുത്തെ നല്ലൊരു ഡോക്ടറിനെ കാണിച്ചു. എല്ലാം ചെക്ക് ചെയ്തപ്പം ഈ ഡോക്ടർ എന്തോ പറഞ്ഞു, അതേ റിപ്പോർട്ടായി കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. 5 ഗ്രാം ചെയ്തപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ എക്കോസ്പിൻ കഴിച്ചതുകൊണ്ട് ഒരാഴ്ച കഴിയണം. നെക്സ്റ്റ് സൺഡേ വരാൻ പറഞ്ഞു, നെക്സ്റ്റ് സൺഡേ ഈവനിങ് വരാൻ പറഞ്ഞു. പക്ഷേ പോയാൽ അനങ്ങാനോ ചാടാനോ ഒന്നും ഒക്കത്തില്ല, മര്യാദയ്ക്ക് വരണം. ഞാൻ അന്ന് സൺഡേയിലും പ്രസംഗിച്ചു, ആരാധിച്ചു. പിറ്റേ ദിവസം അഡ്മിറ്റായി, ഓപ്പറേഷൻ കഴിഞ്ഞു, ബൈപ്പാസ് സർജറിയും കഴിഞ്ഞു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ നമ്മളെ തകർക്കാൻ പിശാചി നോക്കിയോ അവിടെ എല്ലാം അവൻ പരാജയപ്പെട്ടതല്ലാതെ എൻ്റെ ദൈവം പരാജയപ്പെട്ടില്ല.
അവൻ ഇന്നും ഉന്നത വിജയം നേടി നിൽക്കുകയാണ്. അവൻ ആശ്രയിക്കുന്ന ഓരോവനും രചിച്ചു പോകുകയില്ല. ഇന്ന കാര്യം ഓർപ്പിക്കാൻ കാരണം ദൈവമാവ് പറയാൻ മാത്രം ഞാൻ സഭാഗത്തിൽ സാക്ഷ്യം പറയാറില്ല. എന്തോ ആർക്കോ എവിടെയൊക്കെയോ ചില കാര്യങ്ങളെ കൊണ്ട് മുഷിഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഉത്തരവാദിത്തമുണ്ടെന്ന്. ആ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മേലുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ലെന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതൊക്കെ ഈ നടക്കുന്ന അവിടെ ആർട്ടികൾ ചർച്ചകളിൽ പാസ്സായിട്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫിക്സായി. ഒരു ദിവസം പനി വന്നു, മരിച്ചോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 3 ദിവസം കോമയിൽ. 3 ദിവസം കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ പറഞ്ഞു കാരണമൊന്നും പറയുന്നില്ല എന്താ രസമെന്ന്. എന്നാലും മരുന്നെല്ലാം തന്നു. ആ മരുന്ന് ഇന്നും കഴിക്കുന്നുണ്ട്. ഓട്ടത്തിനൊരു കുറവുമില്ല. എവിടെല്ലാം പോകാൻ കഴിയുന്നുണ്ടോ അവിടെ എല്ലാം ഓടുന്നുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മിടുക്കല്ല. പറഞ്ഞല്ലോ, ദൈവം വിളിച്ചെങ്കിൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല എന്ന് പറയുവാനാണ്. മരുന്നിനോ വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടർമാർക്കോ ചെയ്യാത്തതിന് അപ്പുറമായി എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ അനുഭവമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ൂഢബലവശംധരാജകൻ. അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവനിൽ മാത്രം ആശ്രയിക്കുക. അവൻ ഒരു നാളും കൈവിടുന്നവനല്ല, അവൻ ഒരു നാൾ ഉപേക്ഷിക്കുന്നവനല്ല. ഇന്ന് വരെയും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഈ കഴിഞ്ഞ 1 മാസം മുഴുവനും ഒക്കാക്ക്, ബൽഗാം, നിങ്ങൾക്കറിയാം അവിടുത്തെ ചൂടും പ്രശ്നം, കൺവെൻഷന് മീറ്റിംഗ്, വില്ലേജ് മിനിസ്ട്രി, ഇതെല്ലാം ചെയ്തിട്ട് ഇന്നലെ ഞാൻ എത്തിയത്. കൃപയാൽ അവിടെ ചൂടൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഉദ്ദേശമുള്ള കർത്താവിനെ കുറിച്ച് ഒരായുസ് ദൈവം നൽകിയിട്ടുണ്ട്. വിളിച്ചെങ്കിൽ അവൻ വിശ്വസ്തനാ. അത് നിവർത്തിക്കും വരെ അവനത് ചെയ്യും. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. എൻ്റെ സാക്ഷ്യം ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വേദഭാവം ഒരു ദൈവത്തിന് ആശ്രയിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമായതുകൊണ്ട് ഒരു ദീർഘമായ നിലയിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സാക്ഷ്യം പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ലൂക്കോസിന് ശേഷം 23-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. ഈ ഭാഗം ഒന്നും ഞാൻ വീടിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഭാഗമാണ്. അതിനോട് ചേർന്ന് സങ്കീർത്തനം 34-ൻ്റെ അറിയാവുന്ന വാക്യമാണ്, 5-ാമത്തെ വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ശ്രദ്ധിക്കുക, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചിട്ടില്ല. അതെൻ്റെ സാക്ഷ്യം. ഇവിടെ നാം വായിക്കുമ്പോൾ ആ ഒരു അധ്യായത്തിൽ ഒത്തിരി കാര്യം കാണാൻ കഴിയുന്നതിൽ ഒന്ന് ഞാൻ വായിച്ചത് ക്രൂശിൻ്റെ സാധ്യതകൾ. ക്രൂശിൽ നിന്ന് നാം പ്രാപിച്ച ആ വലിയ അനുഗ്രഹം എന്തൊക്കെയാണെന്ന് അധ്യായം മൊത്തം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആഗ്രഹിക്കാം. ഒന്നാമത് നാം വായിച്ച വാക്യത്തിൽ അതിൻ്റെ അതിൻ്റെ മുകൾ ഒന്ന് വായിക്കാമോ? അതിൻ്റെ പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് 23-ന്റെ വാക്യം വായിച്ചാണ്. 12. അന്ന് ഹെരോദവും പിലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. ശ്രദ്ധിക്കുക, ക്രൂശിൻ്റെ ഒരു സാധ്യത വായിച്ചത്. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈര്യമായിരുന്നു. ക്രൂശ് എന്ത് ചെയ്യുന്നു? 2 ശത്രുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്നു. റോമാലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്യമുണ്ട്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സകലരും ഒരിക്കൽ ശത്രുക്കളായിരുന്നു.
പക്ഷെ ആ ക്രൂശ് നമ്മെ എന്ത് ചെയ്തു? ദൈവത്തോട് യോജിപ്പിച്ചു. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ഈ അഖിലാണ്ടത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ചത്. ഒറ്റ വാക്ക് ഏതെന്നറിയാമോ? ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, എല്ലാത്തിനെയും. പിന്നെ അല്പം ബുദ്ധിമുട്ട് നമ്മളെ സൃഷ്ടിക്കാനാണ്. അതെങ്ങനെ? ആ മണ്ണെടുത്ത് ആച്ചി ബുദ്ധിമുട്ടിയല്ലേ. പിന്നെ നിലത്ത് കിടത്തി രൂപം ഉണ്ടാക്കി, പിന്നെയും തീർന്നില്ല. മൂക്കിൽ ജീവശ്വാസം മോദി. അപ്പോൾ അവൻ എന്തായി മാറി? മനുഷ്യനായി തീർന്നു. പക്ഷേ ഒരു നീതിമാൻ ഉണ്ടാക്കുവാൻ ദൈവത്തിന് കൊടുക്കേണ്ട വില എന്താണെന്നറിയോ? പ്രൈസ് ഗോഡ്. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഏറ്റവും പ്രശ്നമേറിയ കാര്യമാണ്, തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നൽകേണ്ടി വന്നു. വേണമെങ്കിൽ കർത്താവിന് വേണം പറയാമായിരുന്നു 1000 നീതിമാൻ ഉണ്ടാകട്ടെ എന്ന്. പക്ഷേ അവനത് പറഞ്ഞില്ല. പകരം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ദാനമായി നൽകി. പഴയകാലം വായിക്കുമ്പോൾ യാഗം കൊണ്ട് ഓരോ വർഷവും പാപപരിഹാരം വരുത്തിക്കൊണ്ട് പൊക്കിക്കൊണ്ടിരുന്ന ആ പ്രമാണത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഇതുകൊണ്ട് സാധ്യമല്ലെന്ന് കർത്താവിന് മനസ്സിലായതുകൊണ്ട്, യഹോവയ്ക്ക് മനസ്സിലായതുകൊണ്ട് തൻ്റെ പുത്രനെ നമുക്ക് കൂടി അയച്ചു തന്നു. ഇപ്പോൾ ക്രിസ്തുവിൽ ഞാനും നിങ്ങളും നീതിമാന്മാരായി തീർന്ന വിവരം മറന്നു പോകരുത്. നമുക്ക് മറ്റൊന്നിനും പ്രശംസിക്കുവാനല്ല, പ്രശംസിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. 2 ശത്രുക്കളെ നമ്മളെ കർത്താവുമായി യോജിപ്പിച്ചു. രണ്ടാമത് 25 എന്ന് വെച്ചോട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാൻ. 25 വാക്യം. വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ വായിക്കുന്നത് ബറബ്ബാസിനെ എന്ത് ചെയ്തു? വിട്ടുകൊടുക്കുന്നു. ഏത് നിമിത്തം? യേശുവിന്റെ ക്രൂശ് നിമിത്തം, യേശു ക്രിസ്തു നിമിത്തം. ബറബ്ബാസ് വായിക്കുന്നു, കലഹവും കുലയും മറ്റു പല കുറ്റകൃത്യം ചെയ്ത തടവിലായി കിടക്കുന്നവനെ വിട്ടുകൊടുക്കുന്നു. അതും യേശു മുഖാന്തരം. ഞാൻ ചിന്തിച്ചു പോയി, ബറബ്ബാസിന്റെ പിന്നെ ബറബ്ബാസ് നീ പൊക്കോ, നീ വിട്ടേക്കുന്നു. എൻ്റെ ഭാവനയാണ്. അവൻ ഞെട്ടിക്കാണ്. അല്ലെങ്കിൽ എന്നെ തടവിലാക്കി കിടക്കുക, എന്നെ എന്തിനാ വെറുതെ വിടുന്നത്? നിന്നെ വെറുതെ വിട്ടതല്ല, നിനക്ക് വേണ്ടി ഒരുവനെ ക്രൂശിൽ കയറ്റാൻ പോവുകയാണ്. നീ അറിഞ്ഞില്ലെങ്കിലും നീ മനസ്സിലാക്കിയില്ലെങ്കിലും നിനക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ കയറുകയും. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ബറബ്ബാസ് ഇങ്ങനെ പോകുമ്പോൾ കർത്താവ് പറഞ്ഞു കാണും, മകനെ ബറബ്ബാസേ, നീ പൊയ്ക്കൊള്ളുക, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചുകൊള്ളാം. പകൽക്കാലം ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒന്നും പ്രശംസിപ്പാനില്ല, ഇവിടെ ആയിരിക്കുന്ന കൃപയാൽ മാത്രമാണ്. ബറബ്ബാസിനെ വിടുവിച്ച കർത്താവാണ് നമ്മളെ വിടുവിച്ചത്. നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവം നമ്മൾ യോഗ്യരാക്കി തീർത്തത് കൊണ്ടാണ്. ഇനി 26 വാക്യം വായിച്ചാണ്, പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു, ക്രൂശ് ചുമപ്പിച്ചു, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. മറ്റു ഭാഗത്ത് വായിക്കുന്നുണ്ട്, നിർബന്ധിച്ചെന്ന. ആരെയാണ്? ശിമോൻ. ഇവിടെ കൃഷിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അവനെ നിർബന്ധിക്കുക. അപ്പം നിർബന്ധിക്കാൻ കാരണമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ 3:13 വാക്യങ്ങൾ വായിക്കണ്ട, ഇങ്ങനെ വായിക്കുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാ. അപ്പം ഈ ശിമോന് മനസ്സിലായി, ക്രൂശെ തൊട്ട് പോയാൽ അവൻ്റെ മനസ്സിൽ കൂടെ തീ പോലെ പോകാൻ കാരണമുണ്ട്. അവൻ മാത്രമല്ല ശപിക്കപ്പെടുന്നത്, അവനെ, അവൻ്റെ ഭാര്യ, അവൻ്റെ കുടുംബം, ആരൊക്കെ ഉണ്ടോ എല്ലാം ശപിക്കപ്പെടും. അതുകൊണ്ട് ഒഴിഞ്ഞു മാറുവാൻ അവൻ ശ്രമിച്ച സ്ഥാനത്ത് നിർബന്ധിച്ച് അവനെ പിടിപ്പിച്ചു. റോമാലേഖനം 16:13 ഇങ്ങനെ വായിക്കുന്നു, വയ്യാമോ? റോമാലേഖനം 16:13. രൂഫസാറമാനെന്നറിയാലോ, ഈ ക്രൂശ് എടുത്ത ശിമോന്റെ മോന. ഞാൻ ചോദിക്കട്ടെ, ഒരു വാക്കൊടുത്തു, കർത്താവിൽ പ്രസിദ്ധനായ ശിമോനെ, നീ എന്താ പറഞ്ഞത്?
ശപിക്കപ്പെട്ട നസറേയനായ യേശുവിന്റെ ക്രൂശ് പിടിച്ചാൽ നീ നിന്റെ കുടുംബവും ശപിക്കപ്പെടുമെന്നോ? നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ലേ? നീ ഇപ്പൊ ആരായി മാറി? കർത്താവിൽ പ്രസിദ്ധനായി മാറാൻ കാരണം അന്ന് നീ യേശു ക്രിസ്തുവിന്റെ ക്രൂശെ പിടിച്ചത് കൊണ്ടാണ്. ഈ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, നിങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത് ഒറ്റ കാര്യം കൊണ്ട്, യേശുവിനെ ക്രൂശെ പിടിച്ചത് കൊണ്ട്, യേശുവിനെ പിടിച്ചത് കൊണ്ട്. എന്താ യോഗ്യത നമുക്കുള്ളത്? ഇറങ്ങിയപ്പോഴൊക്കെ ചിന്തിച്ച് കാണും, അയ്യോ എൻ്റെ സമൂഹം എന്നെ വെറുക്കും, എൻ്റെ പള്ളിക്കാർ വെറുക്കും, എൻ്റെ കുടുംബം വെറുക്കും. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നീ ഇറങ്ങിയത് കൊണ്ട് നീ പ്രസിദ്ധനായില്ലേ. ഇന്ന് സ്റ്റേ നിൽക്കുവാനുള്ള കൃപ നൽകിയത് ഒന്നേ പറയാനുള്ളൂ, ഞാൻ അവൻ്റെ കാല് പിടിച്ചതുകൊണ്ടാ, അവനെ ശരണമാക്കിയത് കൊണ്ടാ. പകൽക്കാലം ആരൊക്കെ അവനെ മുറുകെ പിടിച്ചിട്ടുണ്ടോ ലജ്ജിച്ചു പോയിട്ടില്ല. അത് ഞാൻ വായിച്ചത്, അവങ്കിലേക്ക് നോക്കുവാരും ലജ്ജിച്ചു പോയിട്ടില്ല, അവരുടെ മുഖം പ്രകാശിച്ചിട്ടേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. ഇനി അതിൻ്റെ 43 വാക്യം വായിച്ചാണ്. 43. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അവിടെ വായിക്കുന്ന 2 കാര്യമുണ്ട്. ദുഷ്പ്രവൃത്തിക്കാരിൽ 2 പേരെ കൂടെ എടുത്തും വരുത്തും. സാധാരണ നമ്മൾ പറയുന്നത് വലത്തെ കരളിൽ നിന്നാ. അങ്ങനെ ഉണ്ടോ ബൈബിളിൽ? ഇടത്തുനിന്നോ വലത്തൊന്നുമില്ല. പിന്നെ നമ്മളൊന്നുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്, നല്ല കള്ളൻ. അങ്ങനെ കള്ളനുണ്ടോ? കള്ളനെല്ലാം കള്ളനാണ്, അങ്ങനൊന്നുമില്ല. അവരിൽ ഒരാൾ എന്താ പറഞ്ഞേ? വായിച്ചേ, പെട്ടെന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ മുകളിൽ വന്നിട്ട് 40. ഒരുവൻ പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ? നീ എന്ത് ചെയ്യണം? ആദ്യം നിന്നെ രക്ഷിക്ക്, അതിനുശേഷം ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ രക്ഷിക്ക്. അവനെ ദുഷിച്ചു. ഒരുവൻ അവനെ ദുഷിച്ചു, മറ്റവനും അവനെ ശാസിച്ചു. കേട്ടണേ, ഒരുവൻ അവനെ ശാസിച്ചു. 2 കൂടെ അതിന് വ്യത്യാസം നോക്കിയേ. എപ്പോൾ ഒരുവൻ ദുഷിച്ചപ്പോൾ ഒരുവൻ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? എന്റെ ചോദ്യം, ഒരു കള്ളന് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല എന്ന്. ഇവൻ എങ്ങനെ മനസ്സിലായി? യേശുവിനെ അറിയത്തില്ല, പരിചയപ്പെട്ടിട്ടില്ല, അവനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ജയിലിൽ കിടക്കുന്നവനാണ്. പക്ഷെ അവന് മനസ്സിലായത് എന്തെന്നറിയാമോ? അവൻ്റെ അടുക്കൽ വന്നപ്പോഴേ ഇവന് മനസ്സിലായി, ഈ കിടക്കുന്നവൻ സാധാരണക്കാരനല്ല, വ്യത്യസ്തനാണ്. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വരുന്നവർക്ക് എല്ലാവർക്കും പിടികിട്ടത്തില്ല ദൈവസാന്നിധ്യം എന്നുള്ള കാര്യം മറക്കരുത്. ചിലർക്ക് മനസ്സിലാകും ഇന്നിവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളത്. അവർ മനസ്സിലാക്കി അവർ ദൈവത്തെ ആരാധിക്കും, അവർ ദൈവത്തെ ഉയർത്തും, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനസ്സിലാക്കുന്നവർക്കായി നിൽക്കുന്നതിനെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് മനസ്സിലായില്ല ഇവൻ ക്രിസ്തുവാണെന്ന്. ഒരുവന് മനസ്സിലായി. ചില മണിക്കൂർ കൊണ്ട് യേശു ആരാന്ന് മനസ്സിലായി. അതോട് വായിച്ചാട്ടെ. ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും. അപ്പൊ ഒരു കള്ളൻ എന്ത് ചെയ്തു? അവന്റെ ശിക്ഷയെ അവൻ എന്ത് ചെയ്തു? അംഗീകരിക്കുക. അവൻ പറയാ, നമ്മൾ 2 പേരും സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ല. ദൈവഭയം ഉണ്ടായി. ആർക്കുണ്ടായി? ഒരു കള്ളന്. എന്തുകൊണ്ടാ? 2 പേരും മരിക്കാം, 3 പേരും മരിക്കാൻ പോവുകയാണ്. അവനും മരിക്കും, ഈ പറയുന്ന പുള്ളിയും മരിക്കും. പക്ഷേ ഇവൻ മരിക്കുന്നതിന് മുൻപ് അവൻ്റെ അറിയാൻ മനസ്സിലായിട്ട് പറയുക, നീ ഇപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ദൈവത്തെ ഭയം നമുക്കുണ്ടെങ്കിലുണ്ട് മാത്രമേ രക്ഷയുള്ളൂ. കാര്യം മറന്നു പോകരുത്. നീ ഇപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ 2 പേരും സമശിക്ഷാവിധിയാ. ഒരുത്തം പറയുന്നു, ഈ ശിക്ഷാവിധിക്ക് ഞാൻ യോഗ്യനാ, മറ്റൊന്നും അത് അംഗീകരിക്കുന്നില്ല. അതായിട്ട് വെച്ചിട്ട് നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. എത്ര ആത്മാർത്ഥമായി അവൻ പറയുന്നത്. മരിക്കാൻ ഞാൻ റെഡിയാ, ഞാൻ ചെയ്ത തെറ്റ് ഞാൻ അംഗീകരിക്കുന്നു. ഇതെല്ലാം ആര് കേൾക്കുന്നറിയാമോ? നടുവിലെടുക്കുന്ന ക്രിസ്തു കേൾക്കുന്നുണ്ട്. ഇവൻ്റെ വായിൽ വാക്ക് ക്രിസ്തു കേൾക്കുന്നുണ്ട്. അവന് മനസ്സിലായി ഇവൻ എന്നെ മനസ്സിലായി എന്ന്. ഇന്ന് പകൽക്കാലം അവനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവം നിങ്ങളെ മനസ്സിലാക്കും. പ്രൈസ് ഗോഡ്. അവൻ നീതിമാനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകാൻ നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് അഭിപ്രായം ഉണ്ടായിരിക്കും. അടുത്ത വാക്യം.
നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവനിൽ കുറ്റം കണ്ടില്ല. ആരിൽ കുറ്റം കണ്ടില്ല? യേശുവിൽ ഈ ഒരുവൻ കുറ്റം കണ്ടില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഒരു കള്ളൻ യേശുവിനു വേണ്ടി സംസാരിച്ചു, യേശുവിനെ ഭയപ്പെട്ടു, അവന്റെ ശിക്ഷ അവൻ അംഗീകരിച്ചു, കുറ്റമില്ലാതെന്ന് അവൻ കണ്ടെത്തി. ഏറ്റവും അവസാനമായി വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഏറ്റവും അവസാനമായി ഇവനിൽ ഉളവായതൊരു പ്രത്യാശയാണ്. നിമിഷ നേരം കൊണ്ട് ക്രൂശിൽ കടന്ന് യേശു ആരാണെന്ന് മനസ്സിലാക്കി തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. യേശു ആരാണെന്ന് മനസ്സിലാക്കി പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അവസാനം അവനിൽ അങ്കുരിച്ചത് ഒരു പ്രത്യാശയാണ്. ഇന്ന് പലർക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ പ്രത്യാശയോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രത്യാശ നമ്മളുണ്ടാകട്ടെ. അവൻ പറയുക, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരും എന്ന് പറഞ്ഞാൽ നീ ഇനി മടങ്ങി വരുമെന്ന് ഉറപ്പായി അവന്. ഇന്ന് പെന്തക്കോസ്ത് ലോകത്തിൽ പിള്ളേർക്ക് ഉറപ്പില്ല യേശു വരുമോ എന്ന്. അതുകൊണ്ട് വൻ പദ്ധതി തയ്യാറായിക്കൊണ്ടിരിക്കുക. ഇന്ന് വന്നാൽ അവൻ പറയുക, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരും, അതെനിക്ക് ഉറപ്പാണ്, അതെനിക്ക് ഉറപ്പാണ്, സംശയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ എന്നെ ഒന്ന് ഓർക്കണം, എന്നെ ഒന്ന് ഓർക്കണം. അതിന് മുമ്പിൽ കർത്താവ് മിണ്ടാതിരിക്കുകയോ? കൊടുത്ത മറുപടി ഏറ്റവും ശ്രേഷ്ഠമാണ്. യേശു അവനോട്, ഇന്നു നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. നാളെയല്ല, ഇന്ന് നീ എന്നോട് കൂടെ. ഞാൻ നീ വേറെ വഴിയല്ല, ഒറ്റ വഴി, ഒറ്റയിടത്ത് പോകും. അവന് ജീവിതത്തിൽ മാറ്റം വരുത്തിയത് അവൻ്റെ പ്രത്യാശയാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് ഓർപ്പിക്കാം, പ്രത്യാശയില്ലാത്ത നമ്മളായി തീരരുത്. ഈ ലോകത്തൊന്നും നേടിയില്ലെങ്കിലും, ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും, ആരും അനുകൂലമല്ലെങ്കിലും പ്രത്യാശയ്ക്കൊരു മാറ്റം വരരുത്. മരണത്തിൽ ഏൽപ്പിക്കപ്പെട്ടാലും മരിക്കാൻ പോകുകയാണെങ്കിലും മറക്കരുത്, പ്രത്യാശ കൈവിടരുത്. അവൻ വീണ്ടും മടങ്ങി വരും, അവൻ വീണ്ടും മടങ്ങി വരും, അവൻ വീണ്ടും മടങ്ങി വരും. അവൻ പറഞ്ഞ വാക്ക്, നീ ഇന്ന് എന്നോട് കൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി എന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അത്ര വ്യക്തമായ കർത്താവ് പറഞ്ഞത് നമുക്കതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അടുത്ത വാക്യം വായിക്കുമ്പോൾ 47 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ശതാധിപനെ, ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പേടിച്ചതെന്ന് ശതാധിപൻ പറയുകയാണ്, ഇവൻ സാക്ഷാൽ ക്രൂശിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇവൻ സാക്ഷാൽ സത്യത്തിലേക്ക് ദൈവം എന്നെ വഴി നടത്തി. യേശുവിന്റെ ക്രൂശ് ശതാധിപനെ സത്യത്തിലേക്ക് വഴി നടത്തി. 47 വാക്യം വായിച്ചാട്ടെ. 50 വാക്യം. അരിമത്യ എന്നൊരു യഹൂദയ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവൃത്തിക്കും അനുകൂലമല്ലാതിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. ഇവൻ ഒരിക്കൽ രാത്രി പോയതാ, അറിയാലോ. രാത്രി പോയി, യോഹന്നാനിലുള്ള വാക്യം, യേശുവിനെ കാണാൻ പോയി. അത് പേടിച്ചാ പോയത്. ആ പേടിച്ചു പോയ വ്യക്തി ഇപ്പൊ എന്താ പറഞ്ഞത്? പരസ്യമായിട്ട് എന്ന് പറഞ്ഞു, അവന്റെ ശരീരം വിട്ടു തരണം. ക്രൂശ് ബലഹീനനെ ബലവാനാക്കുന്നു. ക്രൂശ് ധൈര്യമില്ലാത്തവനെ ധൈര്യമാക്കുന്നു. ക്രൂശ് പ്രത്യാശയില്ലാത്തവനെ പ്രത്യാശ ഉളവാക്കുന്നു. പകൽക്കാല കരം സ്തോത്രം പറയാമോ? കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? പ്രത്യാശ ജീവിക്കാമോ? ക്രൂശൊരിക്കൽ വ്യർത്ഥമായി തീർന്നിട്ടില്ല. ക്രൂശിൽ നമുക്ക് ലാഭമാണ്. യേശു വരുത്തിയ മാറ്റങ്ങൾ എത്ര വിലപ്പെട്ടതാണ്. ഇന്ന് പകൽക്കാലം ഈ വചനവുമായി നിൽപ്പാൻ കൃപ നൽകിയത് ഈ ക്രൂശാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, നൽകിയ എല്ലാ അനുഭവങ്ങൾക്കായും സ്തോത്രം, വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
സഭയെ അനുഗ്രഹിക്കുമാറാകണം. കർത്താവേ, നീ സൂക്ഷിക്കണം. എല്ലാം മഹത്വം അർപ്പിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. സമയം നൽകിയ ദൈവദാസനോടും സഭയോട് നന്ദി അറിയിച്ചോട്ട് എൻ്റെ വാക്കുന്നതിനും ദൈവം നിരീക്കുമാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും വളരെ അനുഗ്രഹീയമായ ദൈവത്തിൻ്റെ വചനവും തൻ്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന വഴികളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഇടയായി. വലിയ അനുഭവമാണ് ദൈവദാസന് ദൈവം നൽകിയത്. ഇന്ന് ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലയോ? ദൈവം ഉപയോഗിക്കപ്പെടുന്നവരും ദൈവം തിരഞ്ഞെടുത്തവരും കടന്നു പോകുന്നത് വളരെ കഷ്ടതയുടെ പാതയാണ്. അങ്ങനെ അനുഭവങ്ങളില്ലാത്തവരൊന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല. ശൗല് പരാജയപ്പെട്ടു പോയി, ശലോമോൻ പരാജയപ്പെട്ടു പോയി, ദാവീദ് പരാജയപ്പെട്ടില്ല. അനുഭവസ്ഥരായവരൊന്നും പരാജയപ്പെട്ടിട്ടില്ല. അനുഭവമില്ലാത്തവരെല്ലാം ഈ ട്രാക്കിൽ വീണുപോയി. ദൈവദാസനെ ഇന്നുവരെ നിർത്തിയത് തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഭവങ്ങളാണ്. ഇന്നോ താഴ്മയും തന്നിലുള്ള ദൈവകൃപയും ദൈവം നടത്തിയ എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ദൈവം കൊണ്ട് അനുഭവം. നാം കേട്ട ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കൽ. അവിടെ മനുഷ്യനെ വൈരികളെ ഇല്ലാതാകും, ശത്രുത്വമില്ലാതാകും, യോജിപ്പിക്കും. ക്രൂശിങ്കൽ പ്രത്യാശ നൽകും, ധൈര്യം നൽകുന്നു, ബലഹീനർക്ക് ധൈര്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. അനേകരെ അവൻ നീതീകരിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് നടക്കുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം, അവൻ്റെ കൃപയാലുള്ള രക്ഷയൊക്കെ ലഭിച്ചത് ഈ ക്രൂശിങ്കലാണ്. ഇന്ന് രാവിലെ കേട്ട ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം എനിക്കൊന്നുകൂടെ ഈ അങ്ങയുടെ ക്രൂശിനോട് അടുത്ത് വരുവാൻ, എനിക്കൊന്ന് അടുത്ത് വരണം കർത്താവ്. എനിക്കൊന്നുകൂടെ അടുക്കണം, അങ്ങയോട് അടുക്കണം. എൻ്റെ ജീവിതത്തിലൊരു മാറ്റം, രൂപാന്തരം എനിക്കിനി അത്യാവശ്യമാണ്. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ്റെ പാപഭാരമാ ഏകനായി വരുന്നു ഞാൻ, എന്നെ കരുകി കൃപയാൽ നിറയ്ക്കാം. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ്റെ പാപഭാരമാ ഏകനായി വരുന്നു ഞാൻ, എന്നെ കഴുകി കൃപയാൽ നിറയ്ക്കാം. രാവിലെ ഒന്നുകൂടെ ഈ വചനത്തിന് മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും ദൈവവചനവും നമുക്ക് മധ്യത്തിൽ ഇന്ന് നൽകിയ ദൈവരാശനോട് ദൈവസഭയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എൻ്റെ കുടുംബത്തിന് നന്ദി അറിയിക്കുന്നു. അവയെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇത്രയും വിശദമായി ചെന്ന് കേൾക്കുവാൻ എനിക്കും ദൈവം കൃപ നൽകി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില നിമിഷങ്ങൾ VBSൻ്റെ ഇവിടെ നടന്ന ആ ക്ലിപ്പൊന്ന് ഇടുകയാണ്. നിങ്ങൾ കേട്ട ശേഷം പാട്ടുപാടി ആരാധിച്ച് മലയാളം സർവീസ് ഇവിടെ അവസാനം, പിന്നെ തമിഴിൻ്റെ ആരാധന ആരംഭിക്കും. Oh
പാസ്റ്റർ നൈന. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്ത ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസങ്ങൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതായ BBS മുഖാന്തരം അനേക കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭയിലുള്ള കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല, വെളിയിൽ നിന്നും അനേക കുഞ്ഞുങ്ങൾ വന്ന് ദൈവവചനം പഠിക്കുവാൻ ഇടയായി തീർന്നത് ഒരു വലിയ അനുഗ്രഹമാകും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദേശം ഈ ACS ലേഔട്ട് മാത്രമല്ല, മാറുത്തുഹള്ളി മുഴുവനും, ബാംഗ്ലൂർ മുഴുവനും നമ്മുടെ സഭയിൽ നിന്നുള്ളതായ പ്രവർത്തനങ്ങൾ കൊണ്ട് അനേകര് കർത്താവിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് സഭയെ ശക്തിയായി ഉപയോഗിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സ്തോത്രം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവേ, ഈ സഭയിൽ കൂടെ അവിടുന്ന് ചെയ്തതായ എല്ലാ പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ നിന്റെ വചനം പഠിപ്പാൻ തക്കോണം തിരുമേനി വഴികളെ ഒരുക്കി കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണം തിരുമേനി സഹായിച്ചല്ലോ. ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ACS ലേഔട്ട് മുഴുവനുമല്ല, ഈ മാറുത്തുഹള്ളി പ്രദേശം മുഴുവനും, ഈ ബാംഗ്ലൂർ പ്രദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളുടെ സഭയിൽ കൂടെ നീ പ്രവർത്തിക്കണമേ. ഈ ബാംഗ്ലൂർ പട്ടണം മുഴുവനുമല്ല, ഞങ്ങളുടെ ഈ ഇന്ത്യ രാജ്യത്തിന് തെക്ക് മുതൽ വടക്ക് വരെയും കിഴക്ക് മുതൽ പടിഞ്ഞുമാറ് വരെയും എല്ലാ സ്ഥലങ്ങളിലും നിനക്ക് വേണ്ടി സാക്ഷികൾ ഉളവാകുവാൻ തക്കവണ്ണം ഈ സഭയിൽ കൂടെ അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിനക്ക് നന്ദിയോട് സ്തോത്രം. ഈ ഒരു വിഷയം വെച്ച് ഈ എളിയവനാകുന്ന ഞാൻ ദിവസം തോറും നിന്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഈ വിഷയത്തിന് നീ മറുപടി നൽകുമെന്ന് ഞാൻ അറിയുന്നു. അതിനായി നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിനക്ക് നന്ദിയോട് സ്തോത്രം. പാസ്റ്റർ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ മുഖാന്തരം ഈ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, നിനക്ക് നന്ദിയോട് സ്തോത്രം. അവരോടൊപ്പം നിന്ന് സഹായിക്കുന്നതായ എല്ലാ സഹോദരങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. സാമ്പത്തികമാകുന്ന ആവശ്യങ്ങളും ഭൗമികമാകുന്ന ആവശ്യങ്ങളും എല്ലാം നിർവഹിപ്പാൻ തക്കവണ്ണം തിരുമേനി പ്രവർത്തിക്കുന്ന വഴികൾക്കായി, നീ അതിനു വേണ്ടി ഒരുക്കുന്ന മാർഗങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് നിന്റെ വേലയെ നീ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകണമേ. തിരുനാമത്തെ എല്ലാ വിധത്തിലും ഉയർത്തണമാറാകണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദിവ്യ സഹവാസവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും കൂടെ ഇപ്പോൾ മുതൽ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. God bless you. Thank you. Bye bye. Okay.